നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായ അതിതീവ്ര വിദ്യാർത്ഥി പോരാട്ടങ്ങളിലെ നായകരാണ് കേരള മന്ത്രിസഭയിലെ പ്രമുഖരിൽ പലരും. വിദ്യാഭ്യാസ കച്ചവടത്തിനും സ്വാശ്രയ കോളേജുകൾക്കുമെതിരായ ഉശിരൻ വിദ്യാർത്ഥി സമരങ്ങളുടെ കൂടി ഉൽപ്പന്നമാണ് ഇന്നത്തെ ഇടതു സർക്കാർ. അതേ സർക്കാർ തന്നെയാണ് സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആനയിക്കുന്നത്. നിലപാടുകളിലെ മലക്കം മറിച്ചിലോ അതോ മാറിയ കാലത്തെ അനുസരിച്ചുള്ള അവസരങ്ങൾ തേടിയുള്ള മാറ്റമോ? കേരളത്തിലെ തെരുവുകളെ രക്തരൂക്ഷിതമാക്കിയ സമരകാലത്ത് വിളിച്ച മുദ്രാവാക്യങ്ങൾ എങ്ങനെ മറക്കാനാവും ഈ സർക്കാരിനെ നയിക്കുന്നവർക്ക്? സ്വകാര്യ സർവകലാശാല ഇടതുമുന്നണിയുടെ മലക്കം മറിച്ചിലോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കോട്ടയത്തു നിന്നും ശ്രീ തങ്കച്ചനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ തങ്കച്ചൻ, സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ബില്ല് പരിഗണനയിലാണ്. ഏത് സമയം ആ ബില്ല് നിയമസഭയിലേക്ക് വരും. സ്വകാര്യ സർവകലാശാല കോളേജുകൾക്കെതിരെ, സ്വാശ്രയ കോളേജുകൾക്കെതിരെ, വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ അതിതീക്ഷ്ണമായ സമരങ്ങൾ നയിച്ചവരാണ് ഇന്നത്തെ മന്ത്രിസഭയിലെ പ്രമുഖരിൽ പലരും. എന്തു തോന്നുന്നു താങ്കൾക്ക്? ഇത് നിലപാടുകളിലെ ഒരു മലക്കം മറിച്ചിലാണോ? അത് എന്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പുഷ്പനെ ഓർക്കുന്നുണ്ടോന്നുണ്ട് വാക്കാണ് എന്റെ വീട്ടിൽ വരുന്നത്. നവംബർ 25 രക്തസാക്ഷികളും ആചരിക്കും 4 പേരുടെ പിന്നിൽ നല്ല വെടികൊണ്ട് മുന്നിൽ വെടികൊണ്ടെന്ന് പറഞ്ഞു തരുന്ന CPM-കാരാണ് ഇത്തരം വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നാശം ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അത് തന്നെയല്ല, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യവസായ വാക്കല്ലെന്ന്. ആ മുഖ്യമന്ത്രി ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? അടുത്ത മുതലാളിത്തം വളർത്താൻ വേണ്ടിയല്ലേ? അല്ലാതെ നമ്മുടെ തൊഴിലാളികളെ, ഇവിടെ മറ്റുള്ള ജനങ്ങളെ വളർത്താനൊന്നുമല്ലോ. നമ്മുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയാണ് എന്നതാണ് സർക്കാരിന്റെ വാദം. ഞാനൊരു തൊഴിലാളിയാണ്. എന്റെ കുട്ടികളെ വളർത്തണമെങ്കിൽ എനിക്ക് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ആക്കമുള്ളൂ. ഇങ്ങനെയുള്ള കോളേജുകൾ പഠിപ്പിക്കാനില്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ ഇവിടെ പ്രീ ഡിഗ്രി ബോർഡ് വന്നപ്പോൾ തടഞ്ഞു. ഇവിടെ അതുപോലെ തന്നെ മിഷൻ ഇറങ്ങിയപ്പോൾ തടഞ്ഞു. ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ തുടങ്ങി LDF-കാർക്ക്. ഇതെല്ലാം നിലവിൽ വന്നില്ലേ? ഇതെല്ലാം മനസ്സിന് ആവശ്യമായ കാര്യങ്ങളായിരുന്നു. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദിവാകരൻ, കേരളത്തിൽ ഇടത് സർക്കാർ ഇപ്പോൾ സ്വകാര്യ സർവകലാശാല ബിൽ കൊണ്ടുവരുന്നു. ഒരു കാലത്ത് സ്വാശ്രയ കോളേജുകൾക്കെതിരെ, വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ വലിയ സമരങ്ങൾ നയിച്ച ആ സമരങ്ങളുടെ നായകരൊക്കെയാണ് മന്ത്രിസഭയിലുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഒരു മലക്കം മറിച്ചിലാണോ അതോ പുതിയ കാലത്തെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കമാണോ? ഈ രാഷ്ട്രീയക്കാരോട് ഒന്ന് പറയുന്നുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞാല് സാറേ, അതായത് രാഷ്ട്രീയം മനസ്സിലുണ്ടെങ്കിൽ അവര് ചെയ്യുന്നത് എത്ര തെറ്റായാലും അത് അനുകൂലിച്ചിട്ട് ഇവർ മുന്നോട്ടേക്ക് നീങ്ങുക. അങ്ങനെയല്ല വേണ്ടത്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും തെറ്റ് ക്ലിയർ ആക്കുക, ശരി പോലെ തോന്നുക. ഇവര് ആ സമയത്ത് ഏത് പാർട്ടി ആയാലും സമരം ചെയ്ത് ഒരു എതിർ പാർട്ടീനെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ്. അതായത് ഒരു വാക്കുണ്ട്, ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വേസ്റ്റ്. സത്യം തന്നെ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങളായി തന്നെ പോകണം. അതൊന്നും വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വലിയ സമരങ്ങൾ നയിച്ച ആ സമരങ്ങളിൽ ക്രൂരമായ രീതിയിൽ പോലീസിന്റെ മർദ്ദനമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന അന്നത്തെ ഉശിരൻ വിദ്യാർത്ഥി നേതാക്കളൊക്കെ ഇപ്പോൾ മന്ത്രിസഭയിലുണ്ട്. അതേ മന്ത്രിസഭ തന്നെയാണ് ഇപ്പോൾ സ്വകാര്യ സർവകലാശാല ബിൽ കൊണ്ടുവരുന്നത്. നമസ്കാരം. നമ്മുടെ സ്വാശ്രയ കോളേജിനെതിരായിട്ട് സമരം ചെയ്ത് കൂത്തുപറമ്പിൽ 5 രക്തസാക്ഷികളൊക്കെ ഉണ്ടായി. അവിടെയൊക്കെ എന്താ സാർ പിന്നെ ഉണ്ടായത്? ഇത് ഈ പാർട്ടി, ഈ മന്ത്രിസഭ ഇങ്ങനെ തന്നെയാ സാർ. ഇടതുപക്ഷ മുന്നണി എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ എതിർക്കും. അവർ അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ അവർ ഒരു കൂസലുമില്ല, ജനത്തെ വിഡ്ഢിയാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്തോണ്ടിരിക്കും. അല്ലാതെ ഇതിലപ്പുറം ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല സാർ. ഇത് മാറി മറിഞ്ഞു ഇങ്ങനെ ചർച്ച ചെയ്ത് എന്താ സാർ കാര്യം? ഇതിലൊക്കെ കോടതി എങ്ങനെയെങ്കിലും ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പബ്ലിക്കിന് ഒരു ഗുണമാണ്. കോടതിയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. കേന്ദ്ര സർക്കാർ തന്നെ ഇത്തരം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് സർക്കാരിന്റെ ഫണ്ട് പിൻവലിക്കുക, അതിന് പകരം സ്വകാര്യ സർവകലാശാലകളെ, സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നത്. അപ്പൊ അതും കേന്ദ്ര ഗവൺമെന്റ് കുറ്റത്തിന്റെ മുകളിലാണ് ഇതുണ്ടാവുന്നത് സാർ പറഞ്ഞു വരുന്നത്. അങ്ങനെയല്ല, അവരും അതുകൊണ്ട് അങ്ങനെ ഒരു നയം കേന്ദ്ര സർക്കാരിനും ഇപ്പോൾ സംസ്ഥാന സർക്കാരും അതേ നയമൊക്കെ തന്നെയാണ് തുടരുന്നതെന്ന് സംശയിക്കേണ്ടി വരും. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അത് ജനം വിലയിരുത്തട്ടെ.
ശരി, ഓക്കെ. ശ്രീ മുനീറാണ് പാലക്കാട് നിന്ന്. ശ്രീ മുനീർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു നയംമാറ്റമാണോ അതോ കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണോ? പറഞ്ഞോളൂ. കാഷാമുക്കിൽ നിന്നുള്ള മുനീർ പറഞ്ഞോളൂ. ഇവിടെ ഈ നമ്മുടെ കോടികൾ മേടിച്ച്, ഉമ്മൻചാണ്ടി കോടികൾ മേടിച്ച്, അബ്ദുറബ് കോടികൾ മേടിച്ച് എന്ന് പറഞ്ഞ കുറെ ഉണ്ടായിരുന്നില്ല, SFI ഉൾപ്പെടെയുള്ള ആളുകള്. അവരിപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പറയുന്നത്? എത്ര കോടികൾ മേടിച്ചാണ് ഇപ്പോ ഈ ഒരു സംവിധാനത്തെ ഇങ്ങനെ സ്വകാര്യ സർവകലാശാലയുള്ള തീരുമാനം? കേരളത്തിലെ വിദ്യാസമ്പന്നരായ മക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട 10 വർഷം മുമ്പ് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, അവർക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ ഈ 10 വർഷം സമരം നടത്തിയും പ്രതിഷേധിച്ചും ഇല്ലാതാക്കിയിട്ട് ഇപ്പോ ആ സർക്കാരുകൾ തന്നെ എത്ര നീചമാണെന്ന് നോക്കി നോക്ക്. പ്രതിഷേധിക്കണം, പ്രതികരിക്കണം. ഇപ്പൊ ഒരുപാട് ആളുകൾ പറഞ്ഞു ട്രാക്ടർ മുറിമായി വന്നവരാണ് ഇവരെന്ന്. ഇവര് നമുക്കറിയാം 2014-15 സമയത്ത് ഗെയിൽ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തരത്തിലും ഗെയിൽ വർക്കിന്റെ വർക്ക് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ കയറിയവരാ. ശ്രീ മുനീർ, ആ ഗെയിൽ സമരത്തിന്റെ ഒക്കെ വിശദീകരണം, അത് എന്തിനായിരുന്നു സമരം ചെയ്തതെന്നുള്ള വിശദീകരണങ്ങളൊക്കെ വന്നിട്ടുള്ള അതും ഇതുമായിട്ട് അങ്ങനെ നമുക്ക് ബന്ധിപ്പിക്കാൻ അതും ഇവരുടെ ഭരണകാലത്ത് ഇവര് പ്രതിഷേധിച്ചതല്ലേ? അല്ല, അതാ പറഞ്ഞത് പദ്ധതിക്കെതിരായിരുന്നു. ആ പദ്ധതിയുടെ സമരത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തൽക്കാലം ഇപ്പം അതിന് സമയമില്ല. എന്തായാലും അത് പലതവണ ചർച്ചകളൊക്കെ വന്നിട്ടുള്ളതാണ്. അതിന് സമയമില്ല. ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വെടക്കാക്കി തരിക്കാക്കുന്ന രീതികളാണ് ഇവരുടെ ജന്മമുള്ളിടത്തോളം കാലം, ഇവർ ഭരണമുള്ളിടത്തോളം കാലം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു നയംമാറ്റമാണോ അല്ലെങ്കിൽ ഒരു മലക്കമറിച്ചിലാണോ അതോ പുതിയ കാലത്തിനൊപ്പം നിൽക്കാനുള്ള ഒരു മാറ്റമാണോ? നമസ്കാരം. ഇവര് ഈ പുഷ്പനോടെ പോയി ഈ പുഷ്പനെ തല്ലിക്കൊണ്ട് കുഴിച്ചു മുടിയത് ഇവരല്ലേ? എന്തിനു വേണ്ടിയാണ് ഇവർ ഈ ഇദ്ദേഹത്തിന് ബലി കൊടുത്തത്? അങ്ങനെ എത്രയോ പേരെ ബലി കൊടുത്തു അവര്. ഗ്രൈൻഡർ വന്നപ്പോഴും മിക്സി വന്നപ്പോഴും ഒക്കെ സമരം ചെയ്തു. അതെപ്പോഴാണ് ഈ ഗ്രൈൻഡറും മിക്സിയൊക്കെ വന്നപ്പോ സമരം ചെയ്തത്? ഗ്രൈൻഡറും മിക്സിയൊക്കെ വന്നപ്പോൾ സമരം ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഇനി അങ്ങനെ കാണാൻ സമരം ചെയ്ത് കാണുമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒത്തിരിയൊക്കെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പറയണ്ടേ? അല്ല, ഇവർ എന്തിനാണ് സമരം ചെയ്തത് എനിക്ക് അറിയാമല്ലാച്ചിട്ട് ചോദിക്കാതെ. ഇവർക്ക് നേതാവാവുക ഇവര് ചെയ്യുമ്പോഴത്തേക്ക് ഇവര് ഭരണത്തിൽ വരുമ്പോ അതിനെ കൊണ്ടുവരിക, അപ്പോഴൊരു ന്യായം പറയും. അത് ഞങ്ങൾ അതിനെയല്ല എതിർത്തത്, അതിലെ അഴിമതിയാണ് എതിർത്തത് എന്നൊരു ന്യായം പറയും. ശരി, മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ സ്വകാര്യ സർവകലാശാല ബില്ലിനെ? നമസ്കാരം. നമസ്കാരം. ഇത് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നൊരു പരിപാടിയായിരുന്നു. പിന്നെ അത് പോട്ടെ, ഇത് നല്ല കാര്യമാണ്. ഇത് നടപ്പിലാക്കിയത് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നടപ്പിലാക്കുന്നതിന് മുമ്പായിട്ട് അന്ന് ശ്രീനിവാസൻ സാറിന്റെ ചെവിക്കുറ്റിക്ക് അടിച്ച ഒരു മാന്യനുണ്ട്. അന്നത്തെ DYFIയുടെ നേതാവായിരുന്നു, SFIയുടെ. ഇന്ന് കല്യാശ്ശേരി MLA ആയിട്ടിരിക്കുക. അദ്ദേഹം ആ ശ്രീനിവാസൻ സാറിന്റെ കാല് കഴുകി കുടിക്കണം. കുടിച്ചേച്ച് വേണം ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. ഇത് നിയമത്തിൽ കൊണ്ടുവരേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പലപ്പോഴും വിഷയം കൂടി ഉയർന്നാണ്. ശ്രീ ശരത്താണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ പറയാനുള്ളത് ഇപ്പൊ തൊഴിലില്ലായ്മ ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തില് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരു കച്ചവടം നടന്ന നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് കൂടെ പഠിക്കാനുള്ള അവസരം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണമെന്നാണ് എന്റെ അഭിപ്രായം. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഒരു വില. അതൊരു പ്രധാനം തന്നെയാണ്. ഈ സ്വകാര്യ സർവകലാശാലകളൊക്കെ വരുമ്പോൾ അവിടുത്തെ ഉയർന്ന ഫീസ് കൊടുത്തിട്ട് സാധാരണക്കാർക്ക് പഠിക്കാൻ എങ്ങനെയാണ് അവസരം എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. വിദ്യാഭ്യാസവും തൊഴിലും ഇല്ലെങ്കിൽ ഇതേപോലെ ഇപ്പൊ നമ്മൾ 1000 കോടി 2,000 കോടി തട്ടിപ്പെന്ന് നമ്മൾ കേൾക്കുന്നില്ല. വിദ്യാഭ്യാസവും തൊഴിലും ഉണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസവും രണ്ടും വളരെ പ്രധാനമാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. വിദ്യാഭ്യാസവും തൊഴിലും ഏത് നാടിൻ്റെയും പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായ ഒന്ന് തന്നെയാണ്. അത് രണ്ടുമില്ലാതെ ഒരു നാടിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമാണെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. പക്ഷേ അത് അവിടെ ചില ചോദ്യങ്ങൾ, മുൻപ് എടുത്ത നിലപാടുകളാണ് സ്വാഭാവികമായും ചോദ്യങ്ങളായി ഈ ഇടതു മുന്നണി സർക്കാരിന് മുന്നിൽ നിൽക്കുന്നത്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് പറയാം. ഇതിന് മുമ്പ് ഇത് സംഗതി നല്ല കാര്യമാണ്. സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം കിട്ടുമെങ്കിൽ വളരെ നല്ല. പക്ഷെ ഇത് കുറച്ച് മുമ്പേ തോന്നുമായിരുന്നു. ഇപ്പൊ പിണറായി വിജയന്റെ മോള് വരെ മറ്റേ അമൃതാനന്ദമയിലെ കോളേജിലാണ്. അന്നേരം പുഷ്പങ്ങളുടെ വരിയും കൊണ്ട് ഇങ്ങനെ കിടക്കുക. ഈ 4-5 പേരെ കൊന്ന സമയത്ത് ആ സമയത്ത് ചിന്തിക്കണം. ഈ പാർട്ടിക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാല് ആദ്യം മുതൽ ഇങ്ങനെ കല്ലുപട്ടി യന്ത്രം മുതല്, മിഷൻ കല്ല് മുതല്, വയൽപത്രം മുതല്, കമ്പ്യൂട്ടർ മുതല് സകലവും അവസാനം ഇവർക്ക് ബുദ്ധി വരുന്നത്. ഇനിയൊക്കെ ബുദ്ധി പറഞ്ഞാൽ നല്ല തന്നെ. വേറെ പറയാനുള്ള കഴിവ് ബാബു. ശരി,
എന്തായാലും ശ്രീ മനോജാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ മനോജ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഇടതുമുന്നണിയുടെ പ്രഖ്യാപിതമായ ഒരു നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണോ അതോ പുതിയ കാലത്തിന്റെ അവസരങ്ങളിലേക്ക് കേരളത്തെ വഴി തുറക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ? ഇത് ഒരു വ്യതിചലനം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇടതുപക്ഷ നയങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് ഈ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ ആവട്ടെ മറ്റുള്ളവരെ ആവട്ടെ അവരെ എല്ലാം ഇതുപോലുള്ള അക്രമവാസനകളിലേക്ക് തള്ളിവിടുകയും ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ നയങ്ങൾ അവരുടെ താല്പര്യത്തിന് അനുസൃതമായിട്ട് നടപ്പാക്കുകയും ചെയ്യുക. ഇതിൽ വിദ്യാഭ്യാസപരമായി എല്ലാവർക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കണം. ഇവിടെ സാധാരണക്കാർക്കും പരിഗണന ഉണ്ടാവണം. എന്നാൽ ഇവരുടെയൊക്കെ നിലപാടുകൾ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അവർക്ക് തോന്നുന്ന പോലെ അവർ നിലപാടെടുക്കുക, അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ അവരങ്ങ് തീരുമാനിക്കുക എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. ഇതിലെ ഘടകകക്ഷികൾക്കൊക്കെ ഇവിടെ ശബ്ദിക്കാൻ പോലും അവസരമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ് ആലത്തൂരിൽ നിന്നും, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സ്വകാര്യവൽക്കരണത്തിന് ശക്തമായിട്ട് എതിർത്ത പാർട്ടി അല്ലെങ്കിൽ LDF, അതുപോലെ തന്നെ ദീർഘവീക്ഷണം നല്ലോണമുള്ള പാർട്ടി. അപ്പൊ ഇവര് ഈ നയമാറ്റം തന്നെയാണ് ഇവരിതിനെ എതിർത്തിരുന്നതാണ്. ഇപ്പൊ നിലവിലുള്ള സർവകലാശാലകൾ തന്നെ ആകെ കുത്തഴിഞ്ഞ മട്ടിലാണ് നമുക്കൊക്കെ അറിയാം. പിന്നെ ഈ ഒരു സാധനം കൂടി വന്നു കഴിഞ്ഞാൽ എന്റെ സ്ഥിതി എന്തായിരിക്കും? അതെ, എന്തായിരിക്കും? ഇപ്പോൾ ഇത് കെജ്രിവാളിന്റെ പിന്നാലെ പോകാനുള്ള പരിപാടി തന്നെയാണ് ഇവര്. ഇതന്നെ ഉണ്ടാകുമാണത്. അവര് അവിടെ ചെയ്തത് വേറെ രൂപത്തിൽ ഇവര് ഇവിടെ ചെയ്യുന്നു. അപ്പൊ 2026 ഇപ്പൊ അതിന്റെ ഫലം അവരെന്നെ അനുഭവിക്കുന്നത്. ശരി, ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന് സംസാരിച്ചത്. ഇടതുമുന്നണിയുടെ ഒരു നയം മാറ്റമാണ് ഇതെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, ഈ ഒരു കാലത്ത് കേരളം കണ്ട ഏറ്റവും രക്തരൂക്ഷിതമായ വിദ്യാർത്ഥി സമരവും പോരാട്ടവും ഒക്കെ ആയിരുന്നു ഈ സ്വാശ്രയ കോളേജുകൾക്കെതിരായ സമരം. അന്ന് ഈ സമരത്തെയൊക്കെ മുന്നിൽ നിന്ന് നയിച്ച ഉശിരൻ നേതാക്കളാണ് ഇന്ന് നമ്മുടെ മന്ത്രിമാരിൽ പലരും. അവർ തന്നെയാണ് ഇപ്പോൾ സ്വകാര്യ സർവകലാശാല ബിൽ കൊണ്ടുവരുന്ന മന്ത്രിസഭയിൽ അംഗങ്ങളായിരിക്കുന്നതും. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് നയം മാറ്റമാണോ അതോ കാലത്തിനൊത്ത മാറ്റമാണോ? നമസ്കാരം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, ധൈര്യമായി പറഞ്ഞു. ആദ്യം എനിക്ക് പറയാനുള്ളത്, മാറ്റത്തിന് മാത്രമേ മാറ്റമില്ലാത്തുള്ളൂ എന്ന് കാരൺ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതെ. അടുത്ത കാര്യം, ഇതിനേക്കാളൊക്കെ രൂക്ഷമായ അഴിമതി നടക്കുന്നത് നടക്കുന്നത് ഏതൊരു വിദ്യാഭ്യാസ രംഗത്തും ഷെഡ്യൂൾഡ് വേണ്ടിയുള്ള നിയമനത്തിലാണ്. അവിടെ യാതൊരു യോഗ്യതയില്ലാത്ത ആൾക്കാർ കടന്നു പറ്റുന്ന പ്രൊമോഷൻ പഠിക്കുന്നു. പിന്നെ സംവരണം തന്നെ നിർത്തിവെക്കുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ശ്രീ ജോസഫ് സംവരണം നിർത്തുന്നത്? ഞാൻ പറയുന്നത് കേൾക്കും പ്ലീസ്. ക്രൈമിലായ മാറ്റണം. അതായത് ഒരു ഷെഡ്യൂൾഡ് കാശുകാരനോ ഷെഡ്യൂൾഡ് ട്രൈബുകാരനോ കളക്ടറാണെങ്കിൽ അവിടെ മക്കൾക്ക് കൊടുക്കുന്ന പരിപാടി നിർത്തണം. അതെന്താണ്? ഒരു കുടുംബത്തിൽ നിന്ന് പതിറ്റാണ്ടുകളായി ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന സമൂഹത്തിന്റെ പിന്തള്ളപ്പെട്ടു പോയ ഒരു ജനതയിൽ നിന്ന് ഒരാൾ കളക്ടറായി പോയാൽ പിന്നീട് ആ കുടുംബത്തിൽ നിന്ന് ആർക്കും കൊടുക്കണ്ടെന്നാണോ? അവരുടെയൊക്കെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ശ്രീ ജോസഫ് ഇപ്പോഴും താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോഴും കേരളത്തിലെ ഏതെങ്കിലും ഉയർന്ന തസ്തികകളിലേക്ക് കുറഞ്ഞ പക്ഷം എൻട്രി കാർഡ് നിർത്തണം, പ്രൊമോഷൻ കൊടുക്കരുത്. അതിന്റെ ഫലമായിട്ട് എന്നെ പോലുള്ള ആൾക്കാരെ ചവിട്ടം മേടിച്ചെന്റെ. ശ്രീ ജോസഫ്, താങ്കൾ ഒരു കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം. എത്രയോ നൂറ്റാണ്ടുകളായി ഒരു ജനസമൂഹത്തെ അപ്പാടെ ചവിട്ടി മെതിച്ച് അവന്റെ അധ്വാനത്തിന്റെ ഫലം ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന സംവരണം അനുഭവിച്ചിരുന്ന മനുഷ്യരാണ് ഇന്ന് പറയുന്നത്. അവിടെ ഏർപ്പെടുത്തണം സംവരണം. അവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സംവരണം വേണം എന്നുള്ളതാണ്. അതാണ് ശരിയായ സാമൂഹ്യ നീതി. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. കൂത്തുപറമ്പ് എന്ന് പറഞ്ഞത് അത് വെറും ഒരു നിയമനം, അത് രണ്ടുപേരുടെ കുടുംബസ്വത്തുള്ള പരിപാടിയായിരുന്നു. മാത്രമല്ല അവിടെ മറ്റൊരു പ്രേക്ഷകനെ കൂടി പോകുന്നത് ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു നയം മാറ്റമാണോ അതോ കാലത്തിനൊത്ത മാറ്റമാണോ? ഇത് നയം മാറ്റം മാത്രമല്ല, അതൊരു സ്ഥിരം പരിപാടിയാണ്. ഒരു സ്ഥിരം പരിപാടിയാണ് സാറേ. അതെ, പറഞ്ഞോളൂ, എന്താണ് അങ്ങനെ പറയാൻ കാരണം? ശ്രീനിവാസൻ സാറിന്റെ കാര്യം മുതല് കമ്പ്യൂട്ടർ മുതല് ഈ കൊയ്ത്ത് മിഷന്റെ കാര്യം മുതൽ KL പദ്ധതി മുതല് എല്ലാ കാര്യങ്ങളിലും ഇവർ ഇതേപോലത്തെ നിലപാട് തന്നെ എടുക്കുന്നത്. അവര് ഭരിക്കുമ്പോ ആർക്കും ജനാധിപത്യം കൊടുക്കത്തില്ല. തിരിച്ച് വേറെ ഏതെങ്കിലും കക്ഷി ഭരിക്കുകയാണെങ്കിൽ അവർക്ക് പോകുന്ന വഴിക്ക് എല്ലാം ഇങ്ങനെ ജനാധിപത്യം കിട്ടണം. അതാണ് ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കിതാണ് പറയാനുള്ളത് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ
ശിവദാസനാണ് ബാലരാമപുരത്തുനിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ സ്വകാര്യ സർവകലാശാല ബില്ലിനെ കാണുന്നത്? സുഖമാണോ? നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ. സാർ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. SFI, DYFI, CPM ഇത്രയും ഈ CP മാസ്റ്റർ പാർട്ടി വളർത്തിയെടുത്തത് വ്യത്യസ്ത സംഘടനയാണ്. അതിൽ രക്തസാക്ഷിയായ അനേകം ചെറുപ്പക്കാർ, അതേപോലെ അന്ന് മർദ്ദത്തിന് ഇടപെട്ട് കൈയും കാലും പൊട്ടി ജീവിക്കുന്ന അനേകം യുവ നേതാക്കൾ. നമ്മൾ അസംബ്ലിയിൽ ഉന്നതിലിരിക്കുന്ന മന്ത്രിമാർ, ഇതൊരു തീരുമാനം ഇന്നത്തെ നമ്മളെ കൊച്ചു പിള്ളേരെ SFIയും DYFI എന്ന നിലപാട് പറയുന്നു. പക്ഷെ ഒന്ന് ഞാൻ പറയാനിയാ, ഒരു കാരണവശാലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇരിക്കുന്ന കാലം വരെയും ഇത് അംഗീകരിക്കില്ല. ഇതൊരു പ്രദർശനം മാത്രമാണ്. ഞാൻ പറഞ്ഞ കുറിച്ചിട്ടോളണം, ഇത് നടക്കുന്ന വിഷയമല്ല. ഇവിടെ കത്തും SFIയും DYFIയും അവർ തന്നെ ഇതിനെ തണുപ്പിക്കും, അവർ എതിർക്കും. കാരണം ഇവർക്ക് ഇന്നുള്ള SFIക്കും DYFIക്കും നേടിക്കൊടുത്ത പ്രസ്താവനം കഴിഞ്ഞുപോയ നേതാക്കളുടെ ആത്മാക്കൾ അവർക്ക് മാപ്പ് കൊടുക്കൂല. ഇത് ഞാൻ പറഞ്ഞ കുറിച്ചിട്ടൊക്കെയാ. ഇത് ഒരു കാരണവശാലും കേരള മുഖ്യമന്ത്രി അനുവാദം കൊടുക്കൂല. കേരള മുഖ്യമന്ത്രി തന്നെയാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ശ്രീ സതീഷാണ് മസ്കറ്റിൽ നിന്നാണ്. ശ്രീ സതീഷ്, താങ്കളുടെ കോളേജ് ക്യാമ്പസ് കാലത്തൊക്കെ ആയിരുന്നോ ഈ വലിയ സ്വാശ്രയ സമരമൊക്കെ ഉണ്ടായിട്ടുള്ളത്? അതെ, നമ്മുടെയൊക്കെ കോളേജ് സമയത്തൊക്കെ ഈ സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. ശരി. പക്ഷെ നമ്മളൊന്നും അതില് പങ്കെടുത്തിട്ടില്ല. താങ്കൾ അന്ന് പങ്കെടുക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ആളല്ല. ഇല്ല, ഞാൻ സ്വതന്ത്രനായിട്ട് പോകുന്ന ഒരു കക്ഷിയായിരുന്നു. ശരി. നമുക്ക് രാഷ്ട്രീയം ഇല്ല. നമുക്ക് പൊതുവെ എല്ലാവരും ശാന്തരായിരിക്കുക, എല്ലാവർക്കും നല്ലത് എന്നുള്ളൊരു ചിന്താഗതിക്കാരനായിരുന്നു. ശരി. ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനും നമ്മൾ തയ്യാറായിരുന്നു. ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വിദ്യാർത്ഥികളൊക്കെ സമരം ചെയ്താണ് പല കാര്യങ്ങളും നടക്കുന്നത്. അതെ, പക്ഷെ അതിന്റെ പിന്നാലെ വേറെ കുറെ ഗൂഢ ലക്ഷ്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് ഒപ്പം മാറി നിന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ശരി. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഈ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ യൂണിവേഴ്സിറ്റികൾക്ക് നമ്മൾ അംഗീകാരം കൊടുക്കുന്നത്. അത് ഈ ഉള്ള യൂണിവേഴ്സിറ്റികൾക്ക് അത് ഏറ്റെടുത്തിട്ട് ചെയ്തുകൂടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ സർക്കാർ ഫണ്ടഡ് യൂണിവേഴ്സിറ്റികൾ ഉള്ളപ്പോൾ ആ യൂണിവേഴ്സിറ്റികളെ ശക്തിപ്പെടുത്തുകയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ബദലിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ കേരളം അത്തരം ഒരു ബദലിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളത് ഗൗരവമായ ഒരു ചോദ്യം തന്നെയാണ് ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ ഇപ്പോൾ എല്ലാ ഇതിലും പോയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് നല്ല അഭ്യസ്തര വിദ്യയുടെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. പുറത്ത് നിന്ന് പഠിച്ചിട്ടാണെങ്കിലും അത് കേരളത്തിലെ മലയാളികൾ കണ്ടമാനമുണ്ട്. പക്ഷെ അതായത് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലേക്ക് അത് ഓരോ കോഴ്സായി കൊണ്ടുവന്ന് അത് ഡെവലപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഏറ്റവും നല്ലത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് ശ്രീ സന്തോഷ് കൂടിച്ചേരുന്നു. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു കാലത്ത് അതിരൂക്ഷമായ അതിതീവ്രമായ സമരം നയിച്ച നേതാക്കളൊക്കെ തന്നെയാണ് ഇപ്പോൾ മന്ത്രിസഭയിലുള്ളവർ. ആ മന്ത്രിസഭ തന്നെയാണ് ഇപ്പോൾ സ്വകാര്യ സർവകലാശാല ബിൽ കൊണ്ടുവരുന്നത്. അതിനെ ഒരു നയംമാറ്റമായിട്ടാണോ കാണേണ്ടത്, അതോ ഈ കാലത്ത് വേണ്ട അവസരങ്ങൾ അതിന് ഇങ്ങനെ മാറണം, അങ്ങനെ ഒരു നല്ല മാറ്റമായിട്ടാണോ? എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അതായത് CPMന്റെ ഒരു ഇതെന്ന് വെച്ചാൽ കാഴ്ചപ്പാടിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മളെ പഴയ ട്യൂബ് ലൈറ്റിന്റെ അവസ്ഥയാണ്. കാരണം മെല്ലെ അത് കത്തത്തുള്ളൂ, അത് മെല്ലെ കത്തുള്ളൂ. ഇപ്പോഴത്തെ പോലത്തെ ലൈറ്റിന്റെ പോലെയല്ല. അതാണ് അവരവസ്ഥ. ഞാൻ പറയട്ടെ, പുഷ്പനെ അറിയാമോ എന്നുള്ള ആ പാട്ടിന് ഇവർക്ക് പാടി നടക്കാൻ പറ്റുമോ? ആദ്യം ഈ ബില്ല് പാസ്സാക്കുന്നതിന് ഇവര് ഈ കൂത്തുപറമ്പ് കിടന്ന് ശയന പ്രദർശനം നടത്തണം കരഞ്ഞുകൊണ്ട്. കാരണം പാവപ്പെട്ട ചെറുപ്പക്കാരെ അന്ന് ഈ ബലിദാനം കൊടുത്തിട്ട് ഇവരിപ്പം ചെയ്യുന്നത് എന്താണ്? ഇത് 20 വർഷം മുമ്പേ വരേണ്ട കാര്യമാണ്. കാരണം നമ്മളെ കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയി പഠിക്കുന്ന കുട്ടികൾ അനേകരുണ്ട്. ലക്ഷങ്ങള് ലോൺ എടുത്തിട്ടാണ് പോകുന്നത്. അവർക്ക് ഇവിടെ പഠിക്കാം. നമ്മൾ സാമ്പത്തിക നേട്ടം ഉണ്ടാവും, കേരളത്തിനും അത് സാമ്പത്തിക നേട്ടം ഉണ്ടാവും. പാവപ്പെട്ട വിദ്യാർത്ഥികൾ എങ്ങനെ പഠിക്കും എന്നുള്ള ചോദ്യം കൂടി. പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഉള്ള യൂണിവേഴ്സിറ്റികൾ കുറച്ചുകൂടെ ഒരു ഇത് കൊണ്ടുവന്ന എഡ്യൂക്കേഷൻ കൂടുതലാക്കണം. അവിടെ കുറച്ച് ഒരു മാറ്റം വരുത്തണം. ശരി. ശ്രീമതി ജയാണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സുഖമാണല്ലോ? ഓ, സുഖമായിട്ടിരിക്കുന്നു, പറഞ്ഞോളൂ. ഇതിപ്പം വിഷയം വളരെ മോശമായ ഒരു സ്ഥിതിയിലുള്ള ഒരു വിഷയമാണ് കിരണേ. ഹലോ, എന്താണ് അങ്ങനെ പറയാൻ കാരണം? എങ്ങനെയാണ് ഈ സ്വകാര്യ സർവകലാശാല ബിൽ വേണമെന്നാണോ? നമ്മളൊക്കെ പിന്നെ ഇവിടെ ജോലി കിട്ടാൻ ഞങ്ങളൊക്കെ വിദേശത്ത് പോയ ആൾക്കാരാ.
നമ്മളൊക്കെ നല്ല വിദ്യാഭ്യാസം ചെയ്തിട്ടും നമുക്കൊരു രക്ഷയും ഇവിടെ കിട്ടിയില്ല. ഞാൻ M.Com കഴിഞ്ഞ ഒരാളാണ്. ഞാൻ എന്നിട്ട് വിദേശത്ത് പോയാണ് നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിച്ചത്. ഒരുപാട് വർഷം വിദേശത്തായിരുന്നോ? എന്തോ? ഒരുപാട് വർഷം വിദേശത്തായിരുന്നോ? 30 വർഷം. 30 വർഷം. ഓക്കെ. ഞാനും എന്റെ ഭർത്താവും അവിടെയായിരുന്നു. ഇപ്പൊ എന്റെ മകനും മരുമകളും അവിടെയാണ്. ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളു ഇവിടെ. അന്നേരം അന്ന് ഉണ്ടാക്കിയ പുകയിലും സമരങ്ങളും എല്ലാം ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കണ്ട. ശ്രീനിവാസൻ സാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ ഒരുത്തൻ SFI-കാരനും കൊണ്ട് മറ്റും ആണ്. ആ താഴെ ഇടുന്ന നമ്മുടെ ഹൃദയം പറഞ്ഞുപോയി അത് കണ്ടപ്പോൾ. അദ്ദേഹം എത്രയോ വലിയൊരു മനുഷ്യനാണ്. അപ്പൊ അന്ന് ഇങ്ങനെ സമരം ചെയ്ത ആൾക്കാര് ഇന്ന് ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി കൊടുക്കണം എന്ന് പറയുമ്പോൾ യുവമാർക്കൊന്നും വേറെ പണിയില്ലേ കിരണേ? അത് നടക്കാൻ പറ്റത്തില്ല, അത് നടത്തിക്കൂടാ, അത് ശരിയാവത്തില്ല. അന്നത്തെ ഈ 10-20 വർഷം അതിന് തള്ളിപ്പോയില്ലേ. അന്നേ അത് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എന്ത് നല്ല നിലയിലെത്തിയേനെ നമ്മള്. അപ്പൊ അന്ന് നടത്താതിരിക്കുമ്പോ ഇപ്പൊ ഇവർക്ക് കാശില്ല കീസയില്. അതിന്റെ പരിപാടിയാണ് ഈ കാണിക്കുന്നത്. ഇതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, താങ്കൾക്ക് പറയാം. ശ്രീ സൂപ്പിയുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് തോന്നുന്നു. ശ്രീ ഏലിയാസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് നയമാറ്റമാണോ കാലത്തിനൊത്ത മാറ്റമാണോ? ശ്രീ ഏലിയാസ് പറയാം. വിഷ്ണുവാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ വിഷ്ണു, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ ചെയ്തിട്ട് അവർക്ക് പറ്റിയ തെറ്റ് തിരുത്താൻ നല്ലതല്ലേ? താങ്കൾ പറഞ്ഞോളൂ, താങ്കൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും പറയാം. ഇതിപ്പം പണ്ടത്തെ അവസ്ഥയല്ലല്ലോ ഇപ്പോഴത്തെ കോളേജിലെ അവസ്ഥയൊക്കെ. ഇവിടുന്ന് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ പോയി പഠിച്ച് ബാംഗ്ലൂർ പോയി പഠിച്ചിട്ട് പിള്ളേർ ഉള്ള രാസവേരിക്കല്ല അടിമപ്പെട്ടിട്ടില്ല തിരിച്ചു വരുന്നത്. അതിനെക്കാട്ടി ഇവിടെ ഒരു സ്വാശ്രയ കോളേജ് ഉള്ളത് നല്ലതല്ലേ? ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. മുമ്പ് സ്വാശ്രയ കോളേജിൽ വന്നപ്പോഴും ഇതേ അഭിപ്രായം തന്നെയാണ് ഉയർന്നത്. കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നു, അവർക്ക് കേരളത്തിൽ അവസരം കിട്ടില്ലേ എന്നുള്ള ചോദ്യമായിരുന്നു അന്നും പ്രധാനമായും ഉയർന്നത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിഷ്ണുവാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ വിഷ്ണു, ക്ഷമിക്കണം, ശ്രീ മുരളിയാണ്. ശ്രീ മുരളി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്? നമസ്കാരം. മനസ്സിലായി ശ്രീ ഇടയമുരളി, പറഞ്ഞോളൂ. സാറേ, ഈ LDF-ന്റെ നയം അവര് ഇലക്ഷൻ സമയത്ത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന പല നയങ്ങളും അവര് തിരുത്തിക്കൊണ്ട് പോവുകയാണ്. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോഴേ പറഞ്ഞോളൂ, അവർക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭരണം മൊത്തത്തിൽ CPM-ന്റെ കസ്റ്റഡിയിൽ ആക്കാനാണ് അവർക്കുള്ള ഒരു ഗൂഢ ഉദ്ദേശമാണത്. അവര് ഈ ചാൻസലറെ തന്നെ നിയമിക്കുന്ന കാര്യത്തിലും വൈസ് ചാൻസലറെ നിയമിക്കുന്ന കാര്യത്തിലും ഗവർണറുമായിട്ട് ഇടയിൽ. സാർ, എനിക്ക് സംസാരിക്കാൻ അല്പം സമയം തരണേ. എളുപ്പം പറഞ്ഞോളൂ. ഈ നിയമിക്കുന്ന കാര്യത്തിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സിൻഡിക്കേറ്റിലും അവർക്കുള്ള അംഗങ്ങളെ തിരികെ കയറ്റുന്നതിലും ഒക്കെ വളരെ പല വ്യാജ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ്. അപ്പം ഈ CPM-ന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ട് അവരുടെ കയ്യിലാവുമ്പോൾ അതിന്റെ നിയമനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം പാർട്ടിയുടെ കയ്യിലൂടെ പോവും. അതാണ് അവരുടെ ഒരു ഉദ്ദേശം. അപ്പം അതിന് വേണ്ടുന്ന ഒരു ബില്ല് അവർ അവതരിപ്പിക്കാൻ അവർ തയ്യാറാവും. സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അവര് എല്ലാ മേഖലകളിലും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്ന തരത്തിലാണ് പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോ പിന്നെ മദ്യം തന്നെ നിർമ്മിക്കുന്ന സ്വകാര്യ കമ്പനിയെ ക്ഷണിച്ചിരിക്കുകയാണ്. അതുപോലെ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില അഭിപ്രായങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ശ്രീമതി മിനി VB എഴുതുന്നു, CPM-കാർക്ക് ബുദ്ധി വരാൻ 30 വർഷം വേണം എന്ന് പറയുന്നു. വർഗീസ് കുട്ടി ജോൺ പറയുന്നു, പുഷ്പൻ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ശ്രീ ഫിലിപ്പ് വർഗീസ് പറയുന്നു, വെൻ ദ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കം വേർ വിൽ SFI ഗോ, ദേ വോണ്ട് ബി അലൗഡ് ടു ക്യാരി ഓൺ ദെയർ തഗ്ഗറി എന്ന് പറയുന്നു. SFIയുടെ പ്രവർത്തനമൊക്കെ, വിദ്യാർത്ഥികളുടെ പ്രവർത്തനമൊക്കെ ഈ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അത് ഒരു ഗൗരവമായ ചോദ്യം തന്നെയാണ്. ഇന്ത്യയിലെ പല സ്വകാര്യ സർവകലാശാലകളിലും അങ്ങനെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമൊന്നും ഗൗരവമായി അനുവദിക്കാത്ത അവസ്ഥയുമൊക്കെ ഉണ്ട്. എന്തായാലും അതും അത്ര ചോദ്യം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ സുധാകരൻ കോട്ടമ്പള്ളി പറയുന്നു, ഇത് മാർക്സിസ്റ്റുകാരുടെ ബിസിനസ് പങ്കാളികൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ്, ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയല്ല എന്ന് പറയുന്നു. ബെൻസൺ സാംസൺ പറയുന്നു, ഇവിടെ അങ്ങനെ ഒരു കോളേജ് വന്നാൽ പിള്ളേർ അവിടെ പഠിക്കില്ലേ, ആർക്കാ കോളേജ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അവിടെ അങ്ങനെ ഒരു കോളേജ് വന്നാൽ പിള്ളേർ പഠിക്കില്ലേ. പോക്കറ്റിൽ പുലി പാൽ തിന്നും, പണ്ടൊരു നാളിൽ പാതിരാ നേരം സൂര്യൻ ഉദിച്ചു എന്നൊക്കെ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരാൾ പറയുന്നു. എന്തായാലും നമുക്ക് മറ്റു ചില പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ജോർജ് ആണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോർജ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ സ്വാശ്രയ സമരമൊക്കെ നടത്തിയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ കേരളം ഭരിക്കുമ്പോൾ
ഇവിടെ ഒരു സ്വകാര്യ സർവകലാശാല ബിൽ കൊണ്ടുവരുന്നു, അത് ഒരു നയമാറ്റമാണോ അതോ ഈ പുതിയ കാലം തിരിച്ചറിഞ്ഞുള്ള ഒരു മാറ്റമാണോ? അതല്ല, കേന്ദ്രത്തിൽ നിന്നും നമുക്ക് കിട്ടേണ്ട സാമ്പത്തികമായ കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികളും അതേപോലെ ഇതൊക്കെ പ്രൈവറ്റ് വ്യക്തികൾക്ക് കൊടുക്കുക. പ്രൈവറ്റ് കോളേജുകൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആ പ്രൈവറ്റ് കോളേജുകൾ നടത്തുന്നവർക്ക് പറ്റുന്നില്ല. ആ സമയത്താണ് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ അന്തരം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ വ്യത്യാസം എന്നുള്ളത്. ശരി, താങ്കൾ പറഞ്ഞത് ഇങ്ങനെയാണെന്ന്. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കേരളത്തിലെ സ്വകാര്യ സർവകലാശാല ബിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ചർച്ച. ജോസഫാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? എറണാകുളത്ത്. ജോസഫ് പറഞ്ഞോളൂ. എവിടെയാണ്? ഫോർട്ട് കൊച്ചി. ഓക്കെ, ശരി. ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ശ്രീ ജോസഫാണ്, താങ്കൾക്ക് പറയാം. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഈ വിഷയത്തിൽ നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസ നിലവാരം കേരളത്തിൽ ഉയർന്നു വരുന്നതിലോട് 100% യോജിപ്പാണ് എനിക്കുള്ളത്. പക്ഷെ നിലവിൽ, സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ധൈര്യമായി പറഞ്ഞോളൂ. അപ്പൊ നിലവിലുള്ള വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രോബ്ലം എനിക്ക് നേരിട്ടുണ്ടായ അനുഭവം പറയാം. ഞാനൊരു റിട്ടയർഡ് ഓഫീസറാണ്. എന്റെ ഓഫീസില് ഒരു PSC വഴി ഡിഗ്രി പാസ്സായ ഒരു പയ്യൻ ആദ്യമായിട്ട് കടന്നു വന്നപ്പോൾ ഞാൻ വൈറ്റ് പേപ്പർ എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. ഒരു വശത്ത് മലയാളത്തിൽ ലീവ് പേപ്പറും ഒരു വശത്ത് ഇംഗ്ലീഷിൽ ലീവ് പേപ്പർ എഴുതാൻ പറഞ്ഞിട്ട് ഈ കക്ഷി 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ലീവ് പേപ്പർ എഴുതിയില്ല, എനിക്ക് സബ്മിറ്റ് ചെയ്തില്ല. ഈ ലീവ് ലെറ്റർ ഒക്കെ എഴുതാൻ നമ്മളെ സ്കൂളിലെ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കുന്നല്ലേ? അല്ല സാറേ, ഒരു PSC വഴി വന്ന ഡിഗ്രി ഹോൾഡറുടെ കാര്യമാണ് ഞാൻ സാറിനോട് സബ്മിറ്റ് ചെയ്ത് ഇപ്പൊ പറയുന്നത്. എനിക്കുണ്ട അനുഭവം മനസ്സിലായി. അല്ല, സാധാരണ ഞാൻ ചോദിച്ചാണ്, ലീവ് ലെറ്റർ എഴുതുന്നൊക്കെ നമ്മളെ സ്കൂളിൽ തന്നെ എനിക്ക് തോന്നുന്നു 6ലോ 7ലോ ഒക്കെ തന്നെ എല്ലാവരും പഠിക്കുന്നല്ലേ? സാറേ എന്നെ പറയാൻ അനുവദിക്കുക, ഞാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കോളേജിലെ വിദ്യാഭ്യാസ നിലവാരം വളരെയധികം താഴ്ന്നു നിൽക്കുന്ന ഈ അവസരത്തിൽ ഈ വിദേശ യൂണിവേഴ്സിറ്റി വരുന്നതോട് എനിക്ക് യോജിപ്പാണുള്ളത്. വിദേശ യൂണിവേഴ്സിറ്റി അല്ല, സ്വകാര്യ സർവകലാശാലകളാണ് വരുന്നത്. സ്വകാര്യ സർവകലാശാല വരുന്നതോട് എനിക്ക് യോജിപ്പാണ്. ഈ സ്വകാര്യ സർവകലാശാലയിൽ നിർബന്ധമായിട്ടും കേരളത്തിൽ ഒരു അധ്യാപകരും വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കേരളത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശ്രീ ജോസഫ് അങ്ങനെ പറയരുത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ച് ഉന്നത ബിരുദവും ഒക്കെ നേടിയ, അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമൊക്കെ നേടിയ ആളുകളാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പല പോസ്റ്റുകളിൽ ഇരിക്കുന്നത്. എൻട്രൻസില് ആദ്യം വരുന്ന 1300 എത്ര മലയാളിയുണ്ട് സാർ? നമ്മുടെ അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ സമീപകാലത്ത് എത്ര മലയാളിയുണ്ട് സാർ? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിലവാരം മെച്ചപ്പെട്ട ശരിയാണ്. ഇവിടുത്തെ അധ്യാപകര് കുഴിച്ചു മൂടി സാർ. കുറ്റം പറയില്ല. ഇവിടുത്തെ അധ്യാപക വൃന്ദങ്ങൾ, ഇവിടുത്തെ കുട്ടികളെ, താങ്കൾ ഈ പറയുന്ന മറ്റ് നാടുകളിലൊക്കെ വേറെ പ്രശ്നം കൂടിയുണ്ട്. അവിടെ ചില കോളേജുകളിലൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും മഹാഭൂരിപക്ഷം സാധാരണക്കാർക്ക് അത്തരം ഒരു വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള വിഷയം കൂടിയുണ്ട്. നല്ല കാരണവന്മാരും മക്കളെ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ വിട്ടാ പഠിപ്പിക്കുന്നത് നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി. ശ്രീ എം പി മണിയാണ് ഷൊർണൂരിൽ നിന്നും. ശ്രീ എം പി മണി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ സ്വാശ്രയ കോളേജുകൾക്കെതിരായ നിലപാടിൽ ഒരു വെള്ളം ചേർക്കലോ അല്ലെങ്കിൽ നിലപാട് മാറ്റമോ ഒക്കെയാണോ ഇപ്പോഴത്തെ ഈ സ്വകാര്യ സർവകലാശാല ബിൽ? ഈ കുറെ കാലമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും വലിയ കച്ചവടത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുക. നമ്മുടെ കേരളത്തിലാകെ നമുക്ക് 1 or 2 സർവകലാശാല ആകെ ആവശ്യമുള്ളൂ. ഇവിടെ ഓരോ ഭാഷയ്ക്കും ഓരോ വിഷയത്തിനും സർവകലാശാലയുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. അതിന്റെ ഈ ദുരന്തം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കാർഷിക സർവകലാശാലയുണ്ട്, ഒരുപാട് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അരിയും പച്ചക്കറിയും പാലും കോഴിമുട്ടയും എന്തെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് വരണം. നമുക്കൊരു ആരോഗ്യ സർവകലാശാലയുണ്ട്. കേരളത്തില് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ ഈ കേരളം. അപ്പൊ നമുക്ക് സർവകലാശാലകളെ കൊണ്ടൊന്നും പ്രയോജനമില്ല. ആകെ ഈ പൊതുമുതൽ നശിപ്പിക്കാമെന്നല്ലാതെ ഈ ഒരു കാര്യമില്ല. ഇവിടെ സത്യത്തിൽ വേണ്ടത് നമ്മുടെ കോളേജുകളിലെ പഠനത്തിന്റെ ഈ ഗുണനിലവാരം ഉയർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം തന്നെയാണ് ശ്രീ എം പി മണി പറയുന്നത്. നമ്മുടെ സർവകലാശാലകളിലെ, നമ്മുടെ വിദ്യാലയങ്ങളിലെ, കോളേജുകളിലെ പഠന നിലവാരം ഉയർത്തേണ്ട അനിവാര്യത, അത്തരം ഉയർത്താതെ നമുക്ക് പുതിയ കാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത്, പുറത്ത് കൂടുതൽ സർവകലാശാലകൾ തേടി പോകുന്നത്. ശ്രീ സുരേഷാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ സുരേഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സ്വകാര്യ സർവകലാശാല ബിൽ ഇടതുമുന്നണിയുടെ നയത്തിന്റെ ഒരു മാറ്റമാണോ? നമസ്കാരം സാറേ, ഞാൻ ആദ്യമായിട്ട് വിളിക്കുകയാണ്.
ശരി, എവിടുന്നാ? തിരുവല്ല എവിടെയാണ്? തിരുവല്ല ചക്കുളത്താവ്. ചക്കുളത്താവ്, ഓക്കെ, ശരി, എനിക്കറിയാം, സ്ഥലമൊക്കെ അറിയാവുന്ന സ്ഥലമാണ്. എനിക്ക് അഭിപ്രായം പറയാനുള്ളത്, ദീപസ്തംഭം മഹാശേരി നമുക്കും കിട്ടണം പണം. അതാണ് കാതലായിട്ടുള്ള കാര്യം. ഇത് കേട്ടിരിക്കുന്ന പലരുടെയും അഭിപ്രായം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ 84-87 ഡിഗ്രി പഠിച്ചതാണ്. അന്ന് പിന്നെ കഷ്ടിച്ച് പാസ്സായി. ഇവിടെ ജോലിയൊന്നും കിട്ടിയില്ല, തുടർപഠനം പറ്റിയില്ല. ഞാൻ പിന്നെ വിദേശത്ത് പോയി. 28 വർഷം അവിടെ ഒത്തിരി കഷ്ടപ്പെട്ടു. ആദ്യം 3-4 വർഷം വളരെ കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ അവിടുന്ന് തീർച്ചയായിട്ടും ഇവിടെ പ്രൈവറ്റ് സാങ്കേതിക സർവകലാശാലകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഗുണമല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അത് അതിനോട് അനുകൂലിക്കുന്നു ഞാൻ. ശരി, ഓക്കെ, ഓക്കെ, താങ്ക് യു വെരി മച്ച്. കൊല്ലത്തുനിന്നും ശ്രീ ബിനോയ് ആണ്. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ സ്വകാര്യ സർവകലാശാല ബില്ലിനെ? കിരൺ, നമസ്കാരം. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ ഇന്നും പറയുന്നു. ഇത് ഇടതുമുന്നണിയുടെയും CPM-ന്റെയും SFIയുടെയും നയമാറ്റമാണ്, നയവ്യതിയാനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഒരു SFIക്കാരനായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ. സത്യത്തിൽ ഞാൻ SFIക്കാരനായിരുന്നു. അന്ന് ഒരുപാട് സമരം ചെയ്തു. എവിടെയാണ്, ഏത് കോളേജിലായിരുന്നു? ഞാൻ കൊല്ലം SM കോളേജിലാണ് പഠിച്ചത്. വലിയ സമരങ്ങളൊക്കെ നടന്ന കോളേജാണല്ലോ കൊല്ലം SM. അന്ന് ഒരുപാട് സമരങ്ങൾ നടന്ന് അന്ന് SFIയുടെ ഇന്നത്തെ മന്ത്രിമാരും MLA-മാരുമായിരിക്കുന്ന പലരും അന്ന് പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്തവരാണ്. പക്ഷേ ഈ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് അടികൊണ്ട് അവരുടെ ഭാവി പോയെന്നല്ലാതെ 2001 EK നയനാർ ഗവൺമെന്റ് വന്നതിന് ശേഷം അതിന്റെ പേര് മാറ്റി +2 ബോർഡ് ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ അന്നത്തെ SFIക്കാരായ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത്രയും അടികൊണ്ട് സമരം ചെയ്തിട്ട് ഗവൺമെന്റ് വന്ന സമയത്ത് ഈ പ്രീ ഡിഗ്രി ബോർഡിന് പകരം +2 ഉണ്ടായിക്കൊണ്ടുവന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ നയമാറ്റം സത്യത്തിൽ ഒരു വലിയ നയമാറ്റമാണ്. പക്ഷേ ഒരു കാര്യം പറയാം, നമ്മളുടെ കേരളത്തിലെ കോളേജുകൾ ഉള്ള കലാലയങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ യൂണിവേഴ്സിറ്റികൾ ഉള്ളത് ശക്തിപ്പെടുത്തിക്കൊണ്ട് പോവുക എന്നുള്ളതല്ലാതെ ഇത് വിദ്യാഭ്യാസ കച്ചവടം വീണ്ടും നടക്കാൻ പോവുകയാണ്. 1994 പറയുമ്പോൾ അന്ന് മരിച്ചുപോയ കൊടിയേരി ആയിരുന്നു അന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി. പക്ഷേ സ്വയാശ്രയ സമരം ഏറ്റവും കൂടുതൽ ചെയ്ത SFI 94 കോടിയേരി അല്ല കേട്ടോ, 94 കോടിയേരി അല്ല, 94 കോടിയേരി അല്ല. കോടിയേരി അന്ന് പാർട്ടി CPM-ന്റെ നേതാവാണ് 94 അല്ല, 94 എന്റെ ഒരു അല്ല, അത് തെറ്റാണ്. ആണോ? ഓക്കെ. എന്തായാലും കിരണേ, ഒരു കാര്യം ഞാൻ പറയാം, സ്വയാശ്രയത്തിനെതിരെ ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് SFI ആണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ കച്ചവടവും ആരോഗ്യ മേഖലയിലുള്ള കച്ചവടവും ചെയ്യുന്നത് അന്നത്തെ SFIക്കാരായിരുന്ന ഇന്നത്തെ CPM നേതാക്കളാണ്. അപ്പൊ ഞാനൊരു കാര്യം പറയാം, എല്ലാം അവർ വിൽക്കുന്നു. ഇത്തിരി പൈസ കൂടുതൽ കിട്ടിയാൽ അവർ CPM-നെ തന്നെ നാളെ കച്ചവടം ചെയ്യുന്നതാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത് പക്ക കച്ചവടമാണ് കേരളത്തിൽ. മറ്റൊരു വിഷയം കൂടി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ നമുക്ക് പുതിയ കാലത്ത് നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ പുറത്തൊക്കെ പോയി പഠിക്കുകയാണ് നിരവധി. അപ്പം അത്തരം വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ പഠിക്കാൻ അവസരം കിട്ടിയാൽ നല്ലതല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇന്നിപ്പോ വേറെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ ഇന്ന് തെരുവുകളിൽ SFIക്കാര് ഇറങ്ങി സമരം വെച്ചേനെ. എന്താണെന്നറിയാതെ നേതൃത്വം ഇറങ്ങി സമരം വെച്ച് ഒന്നും അറിയണ്ടെന്ന് ഇന്ന് സമരം നടന്നേനെ. അത് കിരണം ആലോചിച്ച് നോക്ക്. കിരണം കോളേജിൽ പഠിച്ച് ലൈവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇന്ന് തിരിച്ച് വേറെ ഏതെങ്കിലും ഒരു ഇന്ന് UDF ഗവൺമെന്റ് ആണ് നാളെ പറയുകയാണ് ഇതാ ഇങ്ങനെ ഒരു സ്വകാര്യ ഇത് സർവകലാശാല കേരളത്തിൽ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ SFIയുടെ നിലപാട് എന്താ മാറുന്ന അന്നത്തെ ഇന്നത്തെ നിലപാടുകൾ വ്യതിയാനം വരുന്നത് എന്തുകൊണ്ടാണ് സാർ? ശരി, താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ശ്രീ സന്തോഷ് കുമാറാണ് നെടുമങ്ങാട് നിന്നാണ്. ശ്രീ സന്തോഷ് കുമാർ, താങ്കൾ എങ്ങനെയാണ്? പറഞ്ഞു. നമസ്കാരം കിരൺ ബാബു. നമസ്കാരം. ആദ്യം ഒരു ക്ഷമാപണമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പൊതുവേദിയിൽ ഞാൻ രഞ്ജിത്ത് രാമചന്ദ്രൻ എന്ന് കരുതി സംസാരിച്ചിരുന്നു. അതില് ക്ഷമാപണമുണ്ട്. ഓക്കെ, രഞ്ജിത്ത് നമ്മുടെ അടുത്ത സുഹൃത്താണ്. അതെ, അറിയാം. എനിക്ക് പെട്ടെന്ന് ഞാൻ TV കാണാതെയാണ് വിളിച്ചത്. അപ്പൊ അതിലൊരു ചെറിയൊരു ക്ഷമാപണം ഞാൻ പറയുകയാണ് ആദ്യമേ. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ സ്വാശ്രയ മേഖലയ്ക്കെതിരെ ഒരുപാട് സമരം ചെയ്ത, ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ഈ പറഞ്ഞ മുൻപ് പലരും സൂചിപ്പിച്ചതുപോലെ പ്രീ ഡിഗ്രി ബോർഡിനെതിരെയും +2-നെതിരെയും ഒക്കെ ഒരുപാട് സമരം ചെയ്ത് അതിനിരയാക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ സർവകലാശാലകൾ സ്വകാര്യ മേഖലയിൽ വരുന്നത് നല്ലതൊക്കെ തന്നെയാണ്. അതായത് നമ്മുടെ നാട്ടിൽ നിന്നും വിദ്യാർത്ഥികൾ പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതിന് തടയിടാൻ നല്ലത് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് കച്ചവടത്തിലേക്ക് നീങ്ങുന്നതാണ് ഒരു ആശങ്ക എല്ലാവരിലും ഉണ്ടാകും.
പറഞ്ഞില്ലേ ഈ ദരിദ്രരായ കുട്ടികൾക്ക് കൂടി വിദ്യാഭ്യാസം വേണം എന്നുള്ള ആശയത്തിനൊന്നും ഇതൊന്നും തടസ്സമല്ല. കാരണം ദരിദ്രരിലൊന്നുമല്ല വിദേശങ്ങളിൽ പോയി പഠിക്കുന്നത്, ഈ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നത്. അത്ര ഒരു ചോദ്യം കൂടി അവിടെ ഉണ്ട്. എന്തോ അല്ല, അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട്. ഈ സ്വകാര്യ സർവകലാശാലകളൊക്കെ വരുമ്പോൾ അവിടെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രക്ഷാകർത്താക്കളുടെ മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെയാവും എന്നുള്ള ഒരു വിഷയമുണ്ട്. അതെ, അല്ല അത് പറയാൻ കാര്യം ഞാൻ എന്റെ മകനെ എന്റെ ഒരു പരിചയത്തിന്റെ പുറത്ത് ഇവിടെ സ്വകാര്യ വിദ്യാലയത്തിലാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ എനിക്ക് പൊതുവിദ്യാഭ്യാസത്തിനോട് താല്പര്യമുള്ളതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമാണ് അവനെ ഞാൻ പൊതുവിദ്യാലയത്തിലോട്ട് മാറ്റിയത്. അതെന്റെ ആ ഒരു ചിന്താഗതി കൊണ്ടാണ്. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല കൊണ്ടാണ് കേരളത്തിന്റെ യഥാർത്ഥത്തിൽ കേരളം ഈ കണ്ട പുരോഗതിയൊക്കെ ആർജിച്ചതുമെല്ലാം ആ ഒരു പൊതുവിദ്യാഭ്യാസത്തിന്റെ നേട്ടം കൊണ്ട് തന്നെയാണ്. അതിനെ നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ മകനെ പ്രൈവറ്റ് സ്കൂളിൽ നിന്നും പൊതുവിദ്യാലയത്തിലേക്ക് മാറ്റിയത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ സർവകലാശാലകൾ ഇങ്ങനെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ കച്ചവടം കൂടുതൽ ഉന്നതിയിലേക്ക് പോകും എന്നല്ലാതെ ആകെ ഒരു ഗുണം ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികളുടെ പുറം രാജ്യങ്ങളിലേക്കുള്ള ഒഴുക്ക് ഒരു ഗൗരവമായ വിഷയം തന്നെയാണ്. പുറം രാജ്യങ്ങളിലുള്ള ഒഴുക്ക് മാറ്റാം. പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ്, അവർക്ക് എങ്ങനെ അവിടെ കയറാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട്. ശ്രീ രാജ്കുമാറാണ് കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജ്കുമാർ, താങ്കൾക്ക് പറയാം. ശ്രീ രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. നമസ്കാരം. ഞങ്ങള് ഡൽഹിയെല്ലാം തൂത്തുവാരി ചൂരെല്ലാം ചവിട്ടി വെച്ചോട്ടോ. ഇനി വികാറുടനെ ഉണ്ട്, എഴുതി കേട്ടോടെ. എങ്ങനെയാണ് ഡൽഹിയെല്ലാം ഞങ്ങള് തൂത്തുവാരി ചവിട്ടി ഓടിച്ച് ചൂരെല്ലാം ചവിട്ടി ഓടിച്ച് കൈ കൊടുത്തു. ഇനി അടുത്ത ബീഹാറാ. അടുത്ത ബീഹാറാണോ? ബീഹാർ ഇപ്പോൾ തന്നെ ഭരിക്കുന്നത് BJP മുന്നണിയല്ലേ? പിന്നെ BJP അവിടെ അപ്പുറത്തുനിന്ന് അപ്പൊ ഇപ്പുറത്ത് ചാടിച്ചു കൊണ്ടുവന്നല്ലേ? അടുത്ത മറന്നുപോയി. അടുത്ത ബീഹാറാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ബീഹാർ നിങ്ങളല്ല ഭരിക്കുന്നത്. ബീഹാർ ഭരിക്കുന്നത് JDU ആണ്. JDUവിന്റെ സഖ്യകക്ഷിയാണ് BJP. നിങ്ങളുടെ മുന്നണിയാണ്. അപ്പം JDUവിനെ ചവിട്ടി നിങ്ങൾ പുറത്താക്കും ഇതുപോലെ ഇല്ലേ? അതായത് JDUവിനെ ചവിട്ടി പുറത്താക്കുമെന്ന്. അവരെ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞാൽ അവർ കേന്ദ്രത്തിൽ പിന്തുണ പിൻവലിക്കും. പിന്തുണ വലിച്ചാൽ അവസാനം ഈ സർക്കാർ കാണില്ല അവിടെ. അതുമല്ല കേരളത്തിലെ കാര്യം ഇപ്പൊ പുരോഗമനം പറഞ്ഞു. എല്ലാം വരട്ടെ, നമുക്ക് നല്ല രീതിയിൽ കേരളം പോകണം. എല്ലാ കാര്യങ്ങളും പറഞ്ഞു പുരോഗമിക്കണം കേരളം. മറ്റുള്ള സംസ്ഥാനം പോലെ കിടന്നിട്ട് കാര്യമുണ്ടോ? നമ്മളിവിടെ നിന്ന് വിദ്യാഭ്യാസം തേടി മറ്റുള്ള സംസ്ഥാനത്തും മറ്റുള്ള രാജ്യത്തും ഒക്കെ പോകുന്നേക്കാളും നല്ലത്. എന്തായാലും താങ്കൾ ശ്രീ രവീന്ദ്രൻ ഇപ്പോഴെങ്കിലും പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ കിടന്നാൽ പോരാ, നമ്മൾ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞതിൽ എന്തായാലും നല്ല കാര്യം. മറ്റുള്ള സംസ്ഥാനങ്ങളെ നമ്മളെ പിന്നിലാണെന്നുള്ള കാര്യമെങ്കിലും ഇപ്പോഴെങ്കിലും അംഗീകരിക്കുന്നുണ്ടല്ലോ, അത് നല്ല കാര്യം. ശരി, ഓക്കെ. ശ്രീ രവീന്ദ്രൻ. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ സ്വാശ്രയ വിദ്യാർത്ഥി പോരാട്ടങ്ങളുടെ വലിയ ചരിത്രമുണ്ട് കേരളത്തിന്. അതിൻ്റെ കൂടി ഉൽപ്പന്നമാണ് ഇപ്പോഴത്തെ ഇടതുമുന്നണി സർക്കാർ. ആ സർക്കാർ സ്വകാര്യ സർവകലാശാല ബിൽ കൊണ്ടുവരുമ്പോൾ അത് ഒരു നയം മാറ്റമാണോ അതോ കാലത്തിനൊത്ത മാറ്റമാണോ? സാറേ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിലെ ജനങ്ങൾ പാവപ്പെട്ടവരായിരുന്നു. പൈസയിൽ 10-30 വർഷം മുമ്പിലത്തെ കേരളത്തിന്റെ കണ്ടീഷൻ എന്ന് ഓർമ്മ നോക്കി. സ്വകാര്യ കോളേജുകളിലൊന്നും പൈസ കൊടുത്ത് പഠിക്കാനുള്ള ആസ്തി ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ സംഗതി മാറി. ഇപ്പൊ 20,000 കോടി നമ്മുടെ UGC ഗ്രാന്റ് കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പൊ 5,000 കോടിയെ ഗവൺമെന്റ് കൊടുക്കുന്നുള്ളൂ, സെൻട്രൽ ഗവൺമെന്റ്. ഇപ്പൊ എല്ലാം ഇങ്ങനെ പ്രൈവറ്റൈസ് ചെയ്യാം. ഞാൻ ബോംബെ ചെന്നപ്പോ കണ്ട് അതിശയിച്ചു പോയി. കാരണം അദാനിയാണ് ബോംബെയിലെ ഇലക്ട്രിസിറ്റി സപ്ലൈ നടത്തുന്നത്. നമ്മുടെ വിമാനത്താവളങ്ങൾ പ്രൈവറ്റൈസ് ചെയ്യുന്നു, എല്ലാം പ്രൈവറ്റൈസ് ചെയ്യാണ്. ഒരു ഇടത് നയം അങ്ങനെയല്ലല്ലോ. ഇടത് സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങരുത് എന്നുള്ളതല്ലേ? ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടോ. ഇപ്പൊ ഇവിടുന്ന് ലക്ഷക്കണക്കിന് പിള്ളേരാണ് പുറത്തെ സ്ഥലത്ത് പോകുന്നത്. ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധിയും പെങ്ങളും ഒക്കെ പോയി പഠിച്ച് പ്രൈവറ്റ് പിന്നെ ഇതിലാണ്. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ഇതിപ്പോ പിടിച്ചു നിന്നോണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇത് വന്നേ പറ്റത്തുള്ളൂ. ഇവർ വന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇപ്പൊ UDF വരും, അവർ നടത്തും. കാരണം ഇനിയിപ്പോ 5,000 കോടി കൊണ്ട് ഇതൊന്നും ശമ്പളം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും പ്രൈവറ്റൈസേഷൻ നടന്നേ പറ്റത്തുള്ളൂ. പിന്നെ മൂന്നാമത്തെ പുഷ്പനെ അടികൊണ്ടത് ഇതിന്റെ പേരിലല്ല, MP രാഘവനെതിരെയുള്ള സമരത്തിലാണ് പുഷ്പൻ അടികൊണ്ട് താഴെ വീണത്. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ശ്രീ രാജൻ, അങ്ങനെ ഒന്നും പറഞ്ഞാളരുത്. MP രാഘവനെതിരെ എന്തിനായിരുന്നു സമരം എന്നുള്ളത് എനിക്കും താങ്കൾക്കും എല്ലാം കേരളത്തിലെ ചരിത്രബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിലൊന്നും അങ്ങനെ പറയുന്നത് ശരിയല്ല. പിന്നെ ഒരു ചേച്ചി പറഞ്ഞു ഇവിടെ MCOM പഠിച്ചിട്ട് ജോലി കിട്ടില്ലെന്ന്. അത് 70 വർഷം കോൺഗ്രസ് ഭരിച്ച അവരോട് ചോദിക്കണം എന്താ ജോലി കൊടുക്കാൻ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെയൊക്കെ. എന്തായാലും ശ്രീ ദയാനാഥാണ് തിരുവല്ല
തിരുവല്ലയിൽ നിന്നും. ശ്രീ ദയാനാഥ്, താങ്കൾക്ക് പറയാം. ദയാനന്ദ് ക്ഷമിക്കണം, പറയൂ. ഹലോ, താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ചെയ്യാമല്ലോ. ചെയ്തു, ഇനി പറഞ്ഞു. അപ്പൊ പറഞ്ഞാൽ മതി. അതെ, ഈ സ്വാശ്രയ വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണ്, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പൊ ഇവർ കാണിക്കുന്നത് വൃത്തികേടാണ്. എന്ത് ഇവിടെ വരെ നല്ല കാര്യം വന്നിട്ടുണ്ടെങ്കിലും അതിലെല്ലാം അദ്ദേഹം ബഹളം ഉണ്ടാക്കിയിട്ട് അതില്ലാതാക്കുക. എന്നിട്ട് കുറെ കഴിയുമ്പോൾ അവർക്ക് സഭയിലുള്ള അധികാരം കൈ കിട്ടുന്നതനുസരിച്ച് അവർ തിരിച്ച് തിരിച്ച് അത് തന്നെ കൊണ്ടുവരിക. ഇതാണ് ഇവര് ചെയ്യുന്ന കാര്യം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഇത് എത്രയോ നാൾ മുമ്പ് ഇവിടെ UDF ഭരിക്കുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസ ഒരു കൗൺസിലുണ്ടാക്കി. ശ്രീനിവാസൻ അതെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ സൗമ്യ നയൻ മീഡിയ, സ്വകാര്യ സർവകലാശാല അത്യാവശ്യമാണ്, പഴയ കാര്യങ്ങൾ പറഞ്ഞ് വഴിമുടക്കരുത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പ്രദീപ് കുമാർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു, എനിക്ക് നേരത്തെ കത്തിയില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തോമസ് KC, ജോസഫ് എറണാകുളം വെരി കറക്റ്റ് എന്ന് പറയുന്നു. ശശിധരൻ വിജി, മിസ്റ്റർ ജോസഫ് ഒബ്സർവേഷൻ ഈസ് കറക്റ്റ് എന്ന് പറയുന്നു. ഗുണനിലവാരമുള്ള ഒരു കോളേജും ഇന്ന് കേരളത്തിലില്ല. പിൻവാതിൽ നിയമനത്തിലൂടെ സകല കൂതറ പാർട്ടിക്കാരെയും അകത്ത് അധ്യാപകരെ കയറ്റിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ കുട്ടികൾ നന്നാവാൻ എന്നാണ് ശ്രീ പ്രദീപ് കുമാർ ചോദിക്കുന്നത്. ശ്രീ പ്രദീപ് കുമാർ, കേരളത്തിലെ കോളേജുകളിലെ അധ്യാപക നിയമനത്തിലൊന്നും അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നിലവാരമുള്ള അധ്യാപകരാണെന്ന് UGC തന്നെ അവരുടെ പല മാനദണ്ഡങ്ങളിലും അംഗീകരിച്ചിട്ടുള്ളത് തന്നെയാണ്. കേരളത്തിലെ അധ്യാപകരൊന്നും അങ്ങനെ മോശക്കാരായ അധ്യാപകരൊന്നും അല്ല കേരളത്തിൽ പഠിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അങ്ങനെ താങ്കൾ ഈ പറയുന്നത് പോലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളല്ലോ. ഇവിടുന്നാണ് പലരും പഠിച്ച് ഇന്ന് പല നാടുകളിലും പോയത്. താങ്കളടക്കം വിദേശ രാജ്യത്തൊക്കെ പോകാനുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇവിടെ നിന്നാണ് എന്നതുകൂടി താങ്കൾ ഓർക്കുന്നത് നല്ലതാണ്. ശ്രീ ജയകുമാർ, പോകുന്ന പോക്കിലെ കടുംവെട്ടാണ് പിണറായി നടത്തുന്നത്, കുറേ സഖാക്കൾക്ക് കാശുണ്ടാക്കാനുള്ള വഴിയാണെന്ന് പറയുന്നു. കൃഷ്ണദാസ്, നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് ഗുണം, ഒന്ന് എന്ന് പറയുന്ന പോലെ വിദേശത്ത് പോകുന്നത് പഠനം കഴിഞ്ഞാൽ അവിടെ തന്നെ നല്ല തൊഴിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നതെന്ന് പറയുന്നു. ഭൂതനും ഭൂതഗണങ്ങൾക്കും നല്ല ഗുണം കിട്ടും, പ്രജകൾക്ക് ഭൂതന് ശ്രുതി പാടുക, കേരളത്തിൻ്റെ ഗതികേടെന്ന് സ്പോർട്സ് ഗുരു പറയുന്നു. അതോടൊപ്പം തന്നെ ശ്രീ ശശി ബാലകൃഷ്ണൻ, രാജനീസ്, ചാർലി അൽ മുക്താദിർ, വേറെ വിഷയം, അൽ മുക്താദിർ ജുവലറിയുടെ തട്ടിപ്പ് വാർത്ത കൊടുക്കാത്ത എന്താണെന്നാണ്. അതിനെ സംബന്ധിച്ച വാർത്തകളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കൊടുത്തതാണ്. ശ്രീ ചാർലി, താങ്കൾക്ക് സ്വന്തം പേര് പോലും എഴുതാൻ കഴിയില്ലാതെ ഇങ്ങനെ ഞങ്ങളെയൊക്കെ ചോദ്യം ചെയ്തതിന് മുമ്പ് സ്വന്തം പേരിലൊക്കെ ചോദ്യം ചെയ്താൽ ഒരു മര്യാദ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ലിങ്ക് എടുത്ത് പരിശോധിച്ചാൽ അത്തരം വാർത്തകൾ വന്ന സമയത്തൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. അതിന് ആർക്കെതിരെ ആയാലും അത്തരം വാർത്തകൾ കൊടുക്കുക തന്നെ ചെയ്യും. ശ്രീ സെബാസ്റ്റ്യൻ ചിറമേൽ പറയുന്നു, പ്രീ ഡിഗ്രി ബോർഡ് വേറെ, കൂത്തുപറമ്പ് കരുണാകരൻ രാഘവന്റെ സ്വത്താക്കാൻ നോക്കി, സാമ്പത്തിക സംവരണം മതി, ക്രിമിലെയർ കളയണം, പ്രൊമോഷന് സംവരണം വേണ്ട, ഷെഡ്യൂൾഡ് ബാങ്ക് എയ്ഡഡ് കോളേജ് നയം അറിയാവൂ. കുറെ കൂടി കൃത്യമായി എഴുതിയായിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായി വായിക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം തന്നെ സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ തെരുവിൽ രക്തരൂക്ഷിതമായ സമരങ്ങൾ നയിച്ചവർ തന്നെയാണ്. അവരാണിപ്പോൾ സ്വകാര്യ സർവകലാശാല ബിൽ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഈ ഇടതുമുന്നണി ഇതുവരെ തുടർന്ന നയത്തിന്റെ ഒരു മലക്കം മറിച്ചിലല്ലേ? അതിനു മുമ്പേ കിരണ, ഈ സഖാക്കളെല്ലാം കാശ് വാങ്ങി ഇങ്ങനെ നടക്കുകയാണെന്ന് പറഞ്ഞത് സ്വന്തം അനുഭവം ഒരു കോൺഗ്രസ്സുകാരന്, ഈ അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുള്ള കോൺഗ്രസ്സുകാരന് അത് ബാക്കിയുള്ളവരെല്ലാം അതാണെന്ന് തോന്നുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ വായിച്ചതാണ്, വിവരക്കേട് വായിക്കാതിരിക്കണം. അപ്പൊ വിവരക്കേട് വായിച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയണ്ടേ. ഇനി ഈ വിഷയത്തിലേക്ക് ഇവിടെ സ്വകാര്യ സർവകലാശാല മലക്കം മറിച്ചിലാണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. അത് ചോദിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉന്നയിക്കുന്നത് കുഴപ്പമില്ല. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ നയം എന്താണ്? വിദ്യാഭ്യാസമായിട്ട് സ്വകാര്യ സർവകലാശാല പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ നേരത്തെ തൊട്ട് എടുത്തിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടല്ലേ ഡീംഡ് യൂണിവേഴ്സിറ്റി വന്നത്. കേരളത്തിൽ ഇപ്പൊ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഇല്ലേ? അമൃത യൂണിവേഴ്സിറ്റി ഉണ്ട്, ജെയിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റികളും കേരളത്തിലുണ്ട്. കേരള സർക്കാരിനൊന്ന് തൊടാൻ പോലും കഴിയാത്ത വണ്ണമാണ് ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി. അത് കേരള സർക്കാരല്ല, ഒരു സംസ്ഥാന സർക്കാരുകൾക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് ഇഷ്ടം പോലെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലൂടെ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.
ഓട്ടോണമസ് കോളേജുകളുണ്ട്. അപ്പം സ്വകാര്യ സർവകലാശാലകൾ എന്ന് പറയുന്നത് ഇത് മലമക്ക മറച്ചിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാടിനെ ആ രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ രീതിയിൽ എടുക്കേണ്ട ബെസ്റ്റ് തീരുമാനം എന്താണ് എന്നാണ് ഈ സർക്കാർ നോക്കുന്നത്. അങ്ങനെ അത് താങ്കൾ പറഞ്ഞ ഒരു വിഷയം ഗൗരവമുള്ളത് തന്നെയാണ്. അങ്ങനെ അത്തരം ഡീംഡ് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്, അതിൽ സർക്കാരുകൾക്ക് നിയന്ത്രണമില്ല. പക്ഷെ അതിനുള്ള ഇടതു ബദൽ എന്ന് പറയുന്നത് നിലവിൽ കേരളത്തിൽ സർവകലാശാലകളുണ്ട്. ആ സർവകലാശാലകളുടെ നിലവാരം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇതിനേക്കാൾ ബെറ്റർ വിദ്യാഭ്യാസം കൊടുക്കലല്ലേ? പറഞ്ഞു വരുമ്പോ കിരൺ അത് മനസ്സിലാവും. അതായത് ഇവിടെ ഉള്ള സർവകലാശാലകളെല്ലാം ഇല്ലാതാക്കിയിട്ടല്ല സ്വകാര്യ സർവകലാശാലകൾ വരുന്നതോ അതോ ഇപ്പൊ നിലനിൽക്കുന്ന ഗവൺമെന്റ് മേഖലയിലുള്ള സർവകലാശാലകളെ സ്വകാര്യവൽക്കരിച്ചിട്ടോ അല്ല. ഈ സർവകലാശാലകളെ നന്നാക്കിയാൽ നിലവാരം വർദ്ധിപ്പിച്ചാൽ ഈ സ്വകാര്യ സർവകലാശാലകളുടെ ആവശ്യമില്ലല്ലോ ദീപു. അല്ല, അത് പറയട്ടെ. ഇവിടുത്തെ സർവകലാശാലകള് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ എത്രയോ വാർത്തകൾ വന്നു. A++ അല്ലെ കേരള യൂണിവേഴ്സിറ്റിക്ക് MG യൂണിവേഴ്സിറ്റിക്ക് വന്നത്. ഇവിടെ കഴിഞ്ഞ വർഷം ജൂൺ 19 ഇന്ത്യൻ എക്സ്പ്രസ് എടുത്ത് നോക്കൂ, ഏകദേശം 2700 വിദേശ വിദ്യാർത്ഥികളാണ് MG യൂണിവേഴ്സിറ്റിയിലും കൂസാറ്റിലും വന്ന് ചേർന്നിട്ടുള്ളത്. അങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ സ്വകാര്യ സർവകലാശാലകൾ വരിക എന്ന് പറഞ്ഞാൽ രാജ്യത്ത് പല ഭാഗത്തും സ്വകാര്യ സർവകലാശാലകളെ യഥേഷ്ടം പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ വരുന്നുണ്ട്. അപ്പൊ അവിടെ ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ആ സഹായം ചെയ്യുക. അതിനെന്താണ് സർക്കാർ ചെയ്യുന്നത്? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം പറഞ്ഞാൽ നിങ്ങൾ പറയാത്തത് കൊണ്ടാണ് സാറേ. അതായത് ഇതിനകത്ത് മെയിൻ നിയന്ത്രണങ്ങൾ എന്താണ്? സർവകലാശാലയുടെ നടത്തിപ്പിൽ അധ്യാപക നിയമനം, വൈസ് ചാൻസലർ അടക്കമുള്ള UGC സംസ്ഥാന സർക്കാരിന് അടക്കമുള്ള നിയന്ത്രണ ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ഓരോ കോഴ്സിലും 40% സീറ്റുകൾ സംസ്ഥാനത്തെ സ്ഥിര നിവാസികളായ വിദ്യാർത്ഥികൾക്ക് സംവരണം ചെയ്യണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഫീസ് ഇളവ് കൊടുക്കണം. അതുപോലെ വിദഗ്ധ സമിതിയിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശം ചെയ്യുന്ന ഒരു പ്രമുഖ ഇതൊക്കെ നിങ്ങൾ പറയണ്ടേ? ഇതൊന്നും പറയാതെ ഇവിടെ ഞങ്ങൾക്കിതൊക്കെ പറയേണ്ടി വരുന്നു. ഞങ്ങൾ പറയുമ്പോൾ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് സമ്മതിക്കാതെ ഇങ്ങനെ പോകുന്ന എന്താണ്? അപ്പൊ ഇത് കേൾപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതല്ലേ ഈ പറയുന്നത്? ഞങ്ങൾ ഈ ഓരോന്നിനും ഉണ്ട്. അതേപോലെ മറ്റു നിബന്ധനകളുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിന്റെ നോമിനികൾ, ഇങ്ങനെ പലതരം സർക്കാരിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഈ സർവകലാശാലകൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റൂ. അതേസമയത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം. അങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കൃത്യമായി ഇവിടെ എല്ലാ വിദ്യാർത്ഥികളും പോയി സ്വകാര്യ സർവകലാശാലയിൽ പഠിക്കണമെന്ന് പറയുന്നില്ല. ഫീസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി ഒരു സർവകലാശാല തുടങ്ങി, അത്രേ ഉള്ളൂ. അതിനപ്പുറമൊന്നുമില്ല. കാശുള്ള ആളുകൾ പുറത്തെ സംസ്ഥാനത്ത് പോയി പഠിക്കണ്ട, കേരളത്തിൽ പഠിച്ചോളൂ, പാവപ്പെട്ടവരടക്കം പഠിക്കണ്ട എന്നുള്ളതല്ലേ? അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ വന്നു ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അത് ഉപകാരപ്രദമാക്കാൻ കഴിയുക എന്നുള്ള കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് വരുന്നു. അതിന് ട്രാക്ടറും കമ്പ്യൂട്ടറും ഒക്കെ പറയുന്നു. അന്നേരം ആ സമയങ്ങളിൽ എങ്ങനെയാണ് അവിടെ തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നങ്ങളെയാണ് നിങ്ങൾക്ക് AI-യുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ കിരണേ. ശ്രീ ദീപു, താങ്കൾ പറഞ്ഞ വാദങ്ങളെല്ലാം കേട്ടു. ഇതെല്ലാം ഇന്ന് പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം വളരെ വിശദമായി തന്നെ വന്നതാണ്. അപ്പോഴും മറു ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ചോദ്യം. കേരളത്തിലെ സർവകലാശാലകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതായിരുന്നു ഇടതു ബദൽ പറഞ്ഞിരുന്നത്. ആ ഇടതു ബദൽ എന്തുകൊണ്ട് സാധ്യമാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പുറത്ത് വലിയ കാശ് കൊടുത്തു പോയി പഠിക്കേണ്ട, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിനകത്ത് തന്നെ പഠിക്കാനുള്ള സൗകര്യം. അപ്പോഴും കേരളത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളുടെ മക്കൾക്ക് പഠിക്കാൻ അവസരം കിട്ടുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഈ സർവകലാശാലകൾ വന്നാലും കേരളത്തിലെ സർക്കാർ ഫണ്ടഡ് സർവകലാശാലകളെല്ലാം നിലവാരം ഉയർന്നു തന്നെ അതിനോട് മത്സരിച്ചൊക്കെ നിൽക്കാൻ ഭാവിയിലും കഴിഞ്ഞാൽ നല്ല കാര്യം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിനൊന്നും ദോഷമൊന്നും പറയുന്നില്ല. പക്ഷെ അങ്ങനെ നിൽക്കാൻ കഴിയണം. പ്രായോഗികമായി പലപ്പോഴും അത്തരത്തിലല്ല നടക്കുന്നത് എന്നത് കൂടിയുണ്ട്. ശ്രീ മണിലാലാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ മണിലാൽ, താങ്കൾക്ക് പറയാം. നയം മാറ്റം, മദ്യത്തിൽ നയം മാറ്റം, വിദ്യാഭ്യാസത്തിൽ നയം മാറ്റം, എത്രയും വേഗം നയം അങ്ങ് മാറിയേക്കുവാണ്. ഈ നയം മാറ്റം എന്ന് പറയുമ്പോൾ ഞാൻ ഈ 10-25 വർഷം നഷ്ടപ്പെട്ടു പോയത് ആര് തിരിച്ചു തരും? 26 വർഷം മരണക്കിടക്കയിൽ കിടന്ന് മരിച്ച ആ പാവം മനുഷ്യനോട് ആരുത്തരം പറയും? പിണറായി വിജയൻ ഉത്തരം പറയുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉത്തരം പറയുമോ? MV ശ്രീനിവാസൻ എന്ന് പറയുന്ന അത്രയും നല്ലൊരു മനുഷ്യനെ അടിച്ച് നിലത്ത് വീഴ്ച SFI-കാരൻ ഇപ്പൊ അയാളോട് മാപ്പ് പറയുമോ? ഇപ്പൊ വെറുതെ നയം മാറ്റം, കാശുണ്ടാക്കാനുള്ള തന്ത്രങ്ങൾ, ഇതിവിടെ വിജയിക്കാൻ പോകുന്നില്ല. കാരണം പറഞ്ഞാൽ ആ കാലഘട്ടം കഴിഞ്ഞുപോയി. ഇവിടെ പഠിക്കാൻ ഇനി വിദ്യാർത്ഥികളില്ല. ഇനി പ്രൈവറ്റ് ആയിട്ട് ഇവിടെ സർവകലാശാലകൾ വന്നാലും ഇവിടെ കുട്ടികൾ പഠിക്കാനില്ല. ഇപ്പോൾ ഈ നയം കൊണ്ടുവന്നിട്ട് ഇത് വിജയിക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് തെറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ നാക്ക് മുറിച്ചോ. നിങ്ങൾ ഭാവിയിൽ കണ്ടോ ഈ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു, അതിനൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ശ്രീനിവാസൻ സാർ പറഞ്ഞതാണ്, അമ്മ അയാളെ അടിച്ച് നിലത്തിട്ടു. പുഷ്പനെ മറക്കരുത് കേട്ടോ.
ഉത്തരം ഒരിക്കലും മറക്കരുത്. അയാളുടെ യൗവന കൗമാരം എല്ലാം നശിപ്പിച്ചിട്ട് അയാളുടെ യൗവന കൗമാരം അയാൾ മരിച്ചുപോയ മരണക്കിടക്ക് ആ കിടത്തുന്ന കിടപ്പിൽ കിടന്ന് മരിച്ചുപോയ ആ മനുഷ്യന്റെ ശാപം നിങ്ങളത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ശാപത്തിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. ശ്രീ രാജഗോപാലാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ രാജഗോപാൽ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ സ്വകാര്യ സർവകലാശാല ബിൽ ഇടതുമുന്നണിയുടെ നയത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണോ? നമസ്കാരം സാറേ. ഞാൻ പറയാനുള്ളത് ഒരു 3 പതിറ്റാണ്ടിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതിനെതിരായ നിലപാടെടുത്തിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്തിട്ടുണ്ട്, അതിനു മുമ്പ് തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ കാലങ്ങൾ മാറുന്നത് അനുസരിച്ച് ഈ ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ, ഇപ്പൊ കാനഡയിലായിരുന്നാലും അതുപോലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ പോയി വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അവർക്ക് മതിയാവണ്ണം ആ വിദ്യാഭ്യാസങ്ങൾ ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലയോ എന്നൊക്കെ നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ ആ നിലയിൽ വരുന്നില്ല എന്നുള്ളതുകൊണ്ട്, അപ്പൊ അതുകൊണ്ട് കാലത്തിനനുസരിച്ച് ആ മാറ്റമുണ്ട്. മാത്രമല്ല ഇതിൽ സർക്കാരിന് വ്യക്തമായ നിയന്ത്രണങ്ങൾ ഈ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകുന്നു, സ്വകാര്യ സർവകലാശാലകളിൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനകത്ത് ശ്രീ കുര്യാക്കോസ് അതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും അങ്ങയുടെ ഇംഗിതത്തിന് വിരുദ്ധമായിട്ടായിരിക്കാം ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള അവകാശം കൂടി തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എതിരായി വരുന്ന അഭിപ്രായങ്ങളെ അതുകൂടി പരിഗണിക്കണം. അതുകൊണ്ട് ഇതിനകത്ത് ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. മുമ്പ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ശരി ചെയ്യാൻ പറ്റില്ലേ? മുമ്പ് തെറ്റ് ചെയ്തിട്ടുണ്ട് ശരിയാന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്തത് അപ്പോൾ തെറ്റാണെന്ന് അംഗീകരിക്കലാണോ? അത് തെറ്റായിരുന്നു? ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ നടത്തിയ സമരം തെറ്റായിരുന്നു? അതിനകത്ത് വിഷയങ്ങളുണ്ട് സാറേ. അതിനകത്ത് സർക്കാരിനുള്ള നിയന്ത്രണം എത്രമാത്രമാണ്, അതിനകത്ത് എന്തുമാത്രം അഴിമതിയുടെ വഴികളുണ്ട്. ഇത് അഴിമതി ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാൻ പറ്റുള്ള തുറന്ന സമീപനങ്ങൾ ഈ കാര്യത്തിലുണ്ട്. ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. ശ്രീ കുര്യാക്കോസ്, അത് അഴിമതിയൊന്നും അല്ല അന്ന് പറഞ്ഞ കുര്യാക്കോസ് അല്ല, ഞാൻ രാജഗോപാലാണ് സാർ. അയ്യോ സോറി, ക്ഷമിക്കണം. ഇപ്പോൾ തന്നെ തിരുത്താം. അല്ല രാജഗോപാൽ, ഞാൻ എനിക്ക് ചെറിയ സംശയം. അന്നെല്ലാം ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വിദ്യാഭ്യാസം എന്നത് കച്ചവടമല്ല, ലാഭനഷ്ടങ്ങൾ നോക്കിയല്ല നടത്തേണ്ടത്, അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. ആ നിലപാട് വെച്ചാണെങ്കിൽ, അതേ നിലപാട് വെച്ചാണെങ്കിൽ ഇപ്പോഴും കേരളത്തിലെ സർവകലാശാലകളെ ശക്തിപ്പെടുത്തുകയല്ലേ വേണ്ടത്? സാർ ഞാൻ ചോദിച്ചോട്ടെ, ഒരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അങ്ങക്ക് കൂടി ഒരു പ്രതിബദ്ധതയുള്ള കാര്യമാണ്. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി ഉള്ള അവസ്ഥ കൂടി നോക്കണം. ഇത് ഒരു സേവന മേഖലയാണ് വിദ്യാഭ്യാസ രംഗം. അത്തരത്തിലുള്ള കാഴ്ചപ്പാടിലൂടെ ഈ വിഷയത്തിനെ നോക്കി കാണണമെന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കാൻ പണമില്ലെങ്കിൽ ഒരു ഇടതുമുന്നണിയുടെയും CPM-ന്റെയും ഒക്കെ ദേശീയ തലത്തിലുള്ള നയം തന്നെ അതാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി സർക്കാർ ചെലവഴിക്കണം, സർക്കാർ ഫണ്ടിൽ തന്നെ ചെലവഴിക്കണം എന്നുള്ളതാണ്. സാർ അത് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തികമായ ഞെരുക്കം, സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ ശ്രീ രാജഗോപാൽ, ഏത് കാര്യത്തിനും നമുക്ക് സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ അവിടെ എല്ലാം സ്വകാര്യ കൊണ്ടുവരാണെങ്കിൽ പിന്നെ എന്താണ് നയത്തിൽ വ്യത്യാസം? എത്ര ശതമാനമാണ് നമുക്ക്? എത്രയോ കുറയട്ടെ, എത്ര കുറഞ്ഞാലും കേരളം അന്തസ്സായി കാണിച്ചു കൊടുക്കാൻ കഴിയില്ല കേരളത്തിന്. ഇതേ കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നല്ലേ സ്ഥാപനം അടക്കം. ഞാൻ പറഞ്ഞോട്ടെ സാർ, നിങ്ങൾ ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിൽ അടക്കം നിങ്ങൾക്ക് ശമ്പളം തന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോലി എങ്ങനെ ഉണ്ടാവും? ഒരു ക്രയശേഷി ഉണ്ടാവണ്ടേ നമ്മുടെ സംസ്ഥാനത്തിന്? അതെല്ലാം ശരിയാണ്. ശ്രീ രാജഗോപാലിന് സമയം കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും ഈ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നയത്തിന്റെ പേരിൽ അത് ഗതികെട്ടുകൊണ്ടാണ് എന്ന് ചെയ്യുന്നത് പറയുന്നത് ഒരു കാര്യം ഇടതുമുന്നണി നയം അങ്ങനെയായിട്ട് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെയല്ല, ബദൽ ഇടത് വിദ്യാഭ്യാസ നയം അങ്ങനെയല്ല ഇതുവരെയും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ചോദ്യങ്ങൾ ഉയരുന്നതും. ശ്രീ കുര്യാക്കോസ് ആണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ കുര്യാക്കോസ്, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം. നമസ്കാരം. കൃത്യമായിട്ടുള്ള നയ വ്യതിയാനമാണിത്. ശരി, ശ്രീ രാജേഷ് ആണ് കാവാലത്ത് നിന്നാണ്. ശ്രീ രാജേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാൻ ഈ വിഷയത്തിനെ കാണുന്നത്, ഹലോ പറഞ്ഞോളൂ. പണ്ട് കൊയ്ത്ത് മിഷൻ ഒരുപാട് പേർ പറഞ്ഞു ശ്രീ കുട്ടനാട്ടിൽ ഇറങ്ങിയപ്പോൾ, അതല്ല മനസ്സിലാക്കേണ്ട കാര്യം, ഇറങ്ങിയപ്പോൾ എന്റെ പഞ്ചായത്തിൽ ഒരു UDF
പഞ്ചായത്ത് പ്രസിഡന്റിനെ അടിച്ച് വെള്ളത്തിൽ ഇട്ടതാണ്. ശ്രീ രാജേഷ്, കൊയ്ത്ത് മിഷൻ അതൊക്കെ ഇതെല്ലാം വിമർശനം പറയുമ്പോൾ ഒരുപാട് പേർ പറഞ്ഞുകൊണ്ട് പറയാണ് കൊയ്ത്ത് മിഷൻ ഇറങ്ങിയ കാലത്ത് ശ്രീ രാജേഷ് ഒന്ന് പറഞ്ഞോട്ടെ, ഈ കൊയ്ത്ത് മിഷൻ ഇറങ്ങിയ കാലത്ത് ആ കാലത്ത് തൊഴിലാളികൾ ആവശ്യം പോലെ ഉണ്ടായിരുന്നു, അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണ് അതിനെതിരെ സമരം ഉയർന്നത്. പിന്നീട് തൊഴിലാളികളെ ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാതായ സമയത്ത് കൊയ്ത്ത് മിഷൻ ഉപയോഗിക്കാം. അത് ആ ഓരോ കാലത്തിന്റെ മാറ്റമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അന്ന് ആളുണ്ടായിരുന്നു. ആരും പറയത്തില്ല അന്ന് കൊയ്ത്ത് ശ്രീ രാജേഷ്, അന്ന് ആളുണ്ടായിരുന്നു, ഇന്ന് ആളില്ല. അതുപോലെയാണോ? കൊയ്ത്ത് വിഷയം അല്ലല്ലോ വിഷയം, നിങ്ങൾ ഈ വിഷയം പറയും. അല്ലല്ല, ഞാൻ പറഞ്ഞത് അന്ന് ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, അന്ന് ഉമ്മൻചാണ്ടി സാറ് കൊണ്ടുവന്നപ്പം ഇവരെതിർത്ത് എന്തുകൊണ്ടാണ്? അല്ല, അത് ചോദിക്കാം, അത് ന്യായമായ ചോദ്യം. ഇവർ ഉമ്മൻചാണ്ടി സാറ് ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഞാൻ പക്ക BJP-കാരനാണ്. ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറ് ഇത് കൊണ്ടുവന്നപ്പോൾ ഈ SFI-കാരെല്ലാം നാട് മുഴുവൻ നടന്നു, റോഡെല്ലാം തല്ലി തകർത്തല്ലോ, ബസ്സുകൾ തല്ലി തകർത്തു, ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കി. അതിൽ നിന്ന് ഇവരെന്ത് വ്യതിയാനമാണ് ഇവർ ഈ വരുത്തിയത്? അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ അതിനെതിരല്ല. അല്ല, എല്ലാ കാര്യം പറയുമ്പോഴും കൊയ്ത്ത് മിഷൻ വന്നു, കമ്പ്യൂട്ടർ വന്നു എന്ന് പറയുന്ന കാര്യത്തിൽ അർത്ഥമില്ലെന്നാണ്. ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന, അവർ ചെയ്ത സമയത്ത് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ നമ്മൾ നോക്കും. അല്ല, വിഴിഞ്ഞം പദ്ധതിയിലേക്കല്ല. എന്തായാലും തൽക്കാലം ഈ വിഷയത്തിൽ താങ്കൾ പറഞ്ഞതിനകത്ത് ആ ഒരു ചോദ്യം എല്ലാം തെറ്റാന്ന് പറഞ്ഞ നാട് മൊത്തം കുട്ടിച്ചോറാക്കി. ഇവരതേ തന്നെ ഇവർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടി ഇപ്പം അതേ കാര്യങ്ങൾ ഇവർ കൊണ്ടിരുന്നു. താങ്കൾ BJP ആണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചോദ്യം കൂടി, അപ്പോൾ താങ്കൾ BJP ആണെന്ന് പറഞ്ഞുകൊണ്ടാണ്, കേന്ദ്ര സർക്കാരിന്റെ നയമാണിത്. കേന്ദ്ര സർക്കാരിന്റെ നയമാണ്. ആ നയം കേന്ദ്ര സർക്കാർ അന്ന് ഇന്നും മാറ്റിയിട്ടില്ല. ഉണ്ടോ? കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയിലേക്ക് ഈ സർവകലാശാലകളെയും ഡീംഡ് യൂണിവേഴ്സിറ്റികളെയും വിദേശ സർവകലാശാലകളെല്ലാം കൊണ്ടുവരുന്നത്. സ്വകാര്യ മേഖലയില്ലാതെ ഒരു സ്റ്റേറ്റും ഒന്നും മുന്നോട്ട് പോകത്തില്ല. സർക്കാരിന് എന്തെങ്കിലും ചെയ്ത് ഇവിടെ സർക്കാർ എന്തെങ്കിലും ഒരു ലാഭത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? എന്തായാലും സർക്കാരിന്റെ മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടൽ കൊണ്ടാണ് കേരളത്തിൽ ഇന്ന് ഞാനും നിങ്ങൾ അടങ്ങുന്ന സമൂഹത്തിന്, അല്ലെങ്കിൽ ഇന്ന് അന്തസ്സായി അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിന്റെ കൂടുതൽ പറയാതിരിക്കുക ഭേദം. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് എഴുതിയ കുട്ടിക്ക് മലയാളം അറിയാത്ത ആൾക്കാരുണ്ടെന്നുള്ള തെളിവുണ്ടല്ലോ. 10ാം ക്ലാസ് A+ഓട് കൂടി കുട്ടികൾക്ക് മലയാളം എഴുതാൻ അറിയത്തില്ല. അതാണ് കേരളത്തിലെ വിദ്യാഭ്യാസം. ശ്രീ ബാബു, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ശ്രീ ബാബു പറയാം, താങ്കൾ TV മ്യൂട്ട് ചെയ്താൽ പറയാം. ശരി, എന്തായാലും താങ്കളുടെ TV മ്യൂട്ട് ചെയ്യാത്തത് ചില പ്രഷറെങ്കിലും കൃത്യമായി പറയാൻ കഴിയാത്തത്. എന്തായാലും ഈ വിഷയത്തിൽ അതിശക്തമായ വിമർശനങ്ങളും അതിനെ അനുകൂലിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെയാണ് ഉണ്ടായത്. ചിലരെങ്കിലും ഗൗരവമായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു, അതിനെയൊക്കെ അംഗീകരിക്കുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തെ വരുമ്പോൾ സ്വാഭാവികമായും അതിനെതിരായി ഉയരുന്ന ചോദ്യങ്ങൾ കൂടി അവതാരൻ എന്ന നിലയ്ക്ക് നമുക്ക് ചോദിക്കേണ്ടി വരും. അതിനെ മറ്റു തരത്തിൽ കാണേണ്ടതില്ല എന്നുകൂടി പറയുകയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. മുക്കം പീഡന ശ്രമ കേസിൽ മുഖ്യപ്രതിയായ